പെരുന്നാൾ ആചരിക്കുന്നുണ്ട്. എല്ലാ വർഷവും പെരുന്നാൾ ആചരിക്കുന്നു. എന്താ ഈ പെരുന്നാൾ ആചരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്തു ഈ പെരുന്നാൾ ആചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ യുവാക്കളോട് പെരുന്നാൾ ആചരിക്കുക എന്ന് വെച്ചാൽ എന്താ പറയും? അവർക്ക് എന്താ ഈ ഒരുക്ക ധ്യാനം ഉണ്ടോ? ഉണ്ടോ? ഇല്ല. സന്ധ്യാനമസ്കാരം ഉണ്ടോ? വചന ശുശ്രൂഷ ഉണ്ടോ? ഇല്ല. കുർബാന കൊള്ളുവോ? കുർബാനയിൽ അതുവഴി ഒന്ന് കാണുമായിരിക്കും. കൊള്ളുവോ? കൊള്ളത്തില്ല. പിന്നെ എന്താ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം? ആകെപ്പാടെ സ്റ്റാറ്റസ് ഇടാൻ, ആരാണ്ടറ പെരുന്നാള എന്ന് പറയുന്നൊരു പാട്ട് വിട്ട് ഒരു സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി കുറേ ലൈറ്റും കുറേ സൗണ്ടും കുറേ ബഹളവും. അതല്ലാതെ എന്തെങ്കിലും ആയിട്ടുണ്ടോ? എവിടുത്തെങ്കിലും പെരുന്നാളുകൾ അങ്ങനെ ആയിട്ടുണ്ടോ? ഞാനൊരു വാക്യം, നമ്മളിപ്പോൾ പാടിയൊരു പാട്ടിൻ്റെ അവസാന വരിയും തുടങ്ങാം. ഞാൻ അതുകൊണ്ട് ആ പാട്ട് അവിടെ വെച്ച് നിർത്തി. ജീവിതമിന്നും ജീവിപ്പിക്കും കർത്തനേ വന്ന് അവിടെ നിന്ന് ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്. എന്നെ വല്ലാണ്ട് 45 വർഷം ജീവിച്ചിരുന്ന ഒരു വൈദികനെ വല്ലാണ്ട് കുത്തിമുറിവേൽപ്പിച്ച ഒരു വാക്യം. അതൊരു വാക്യമായി മാത്രം നിങ്ങൾക്ക് തരിക, ബാക്കിയൊക്കെ നിങ്ങൾ വ്യാഖ്യാനിച്ചു. ഇന്നത്തെ എൻ്റെ പ്രധാന ചിന്താവിഷയം അതല്ല. ഏകദേശം ഒരു 3-4 മാസമായി വല്ലാണ്ട് കുത്തിമുറിവേൽപ്പിക്കുന്ന ഒരു വാക്യം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം. എന്നെ വല്ലാണ്ട് കുത്തിമുറിവേൽപ്പിക്കുന്നു. ഇപ്പോഴും ഈ സമയത്ത് ഇവിടെ നിൽക്കുമ്പോഴും ഒന്ന് വായിക്കാം. വീണു. ഒറ്റ ചോദ്യം ഈ സമയം വരെ സ്വയം ചോദിച്ചിട്ടുണ്ടോ എന്നുള്ള ആലോചിച്ച് ചോദിക്കേണ്ട ഒരു ചോദ്യം. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ സമയം വരെ ചോദിച്ചിട്ടുണ്ടോ? പരിശുദ്ധ അമ്മയുടെ പെരുന്നാൾ ആചരിക്കുമ്പം യുഖ്നോ ഇവിടെയുണ്ട്. അതിൻ്റെ മുമ്പിലായിരുന്നാലും, ഈ ത്രോണോസിൻ്റെ മുമ്പിലായിരുന്നു, ഈ പള്ളിയുടെ മുമ്പിലായിരുന്നാലും ഒന്ന് മുട്ടുകുത്തിയിട്ട് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മേ, യജമാനത്തി, രക്ഷ പ്രാപിപ്പാൻ ഞാൻ. വിസ കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. മക്കൾ പ്രസവിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടണം എന്ത് ചെയ്യണമെന്ന് അറിയാം. +2-ന് ഫുൾ A+ കിട്ടണം എന്ത് ചെയ്യണമെന്ന് അറിയാം. ഈ ഒരു ചോദ്യം എപ്പോഴെങ്കിലും നസ്രാണി ഓർത്തഡോക്സുകാരൻ ചോദിച്ചിട്ടുണ്ടോ? പെരുന്നാൾ ആചരിക്കുമ്പം, പെരുന്നാളിൻ്റെ ഭംഗി നടക്കുമ്പം, പെരുന്നാളിൻ്റെ മോടി നടക്കുമ്പം, 1 among the 1000, 1000-ങ്ങളിൽ ഒരുവനെങ്കിലും പള്ളിയിൽ നിന്നോ പള്ളിക്ക് ചുറ്റും നിന്നോ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ദാറ്റ് ഈസ് വൈ ഐ സെഡ് 4-5 മാസമായി ഹൃദയത്തിൻ്റെ അകത്തോട്ട് നല്ല ഒന്നാന്തരമായി കുത്തിമുറിവേൽക്കുക ചോദ്യമായത്. രക്ഷ പ്രാപിപ്പാൻ ഞാൻ. അതിന് റാസ മതിയോ? അതിന് ബാൻഡ് സെറ്റ് മതിയോ? അതിന് ഇലുമിനേഷൻ ലൈറ്റ് മതിയോ? അതിന് 1.5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന റീൽസ് മതിയോ? അതിന് 55,000 രൂപയുടെ നോട്ടീസ് മതിയോ? ഇതൊന്നും കൊണ്ടൊന്നും ആവൂല. തറപ്പിച്ച് ഞാൻ പറയണു, ഇതൊന്നും കൊണ്ടൊന്നും ആവൂല. ഇതൊക്കെ കൊള്ളാം. ഞങ്ങൾ ഒരു സംഭവമാളിയ, ഞങ്ങളുടെ പള്ളി ഒരു സംഭവമാളിയ എന്ന് പറയാൻ കൊള്ളാമെന്നുള്ള അല്ലാതെ എനിക്കറിയില്ല. ചുമ്മാതെ പറയണതല്ല, ഞാൻ എൻ്റെ ഹൃദയത്തെ തൊട്ടുകൊണ്ട് തന്നെയാണ് പറയണേ. ഒരു പക്ഷേ ഈ വാക്യം പലതവണ വായിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രത്യേക സന്ദർഭങ്ങളിൽ ഈ വാക്യം എൻ്റെ നേരെ ഒരു ചോദ്യം. അതിന് കാരണം ഒസ്താസ്യോസ് തിരുമേനിയാണ്. ഒസ്താസ് തിരുമേനി പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തിരുമേനി എടുത്ത് എൻ്റെ വിവരക്കേടിന് എന്ന് ചോദിച്ചു, തിരുമേനി പ്രസംഗിക്കാൻ പറ്റിയ വാക്യം ഏതാ, എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് വെച്ച്. അപ്പോൾ തിരുമേനി പറഞ്ഞൊരു വാചകമുണ്ട്, നീ ഇങ്ങനെ ത്രൂ ഔട്ട് വേദോസം വായിച്ചുകൊണ്ടേ ഇരിക്കുക, ചില വാക്യം നിന്നെ അടിക്കും. നീ ചെയ്ത തെറ്റ്, നീ ചെയ്യുന്ന കുറ്റം, നിന്റെ കുറവുകൾ ചൂണ്ടിക്കാണിക്കും. ആ വാക്യം എടുത്ത് വേണം നീ എന്തോ ചെയ്യാൻ, സാക്ഷ്യം പറയാൻ. അവിടെയാണ് പ്രസംഗം. ഇതിപ്പോൾ ഞാനിങ്ങനെ നോക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന ആളുകളെ എന്തെല്ലാം ചീത്ത വിളിക്കാം, ഇവിടെ ഇരിക്കുന്ന ആളുകളെ എന്തെല്ലാം വഴക്ക് പറയാം, അല്ലേ?
അതിലുപരി ഈ വചനം എന്നോട് സംസാരിക്കണുണ്ടോ? അതാണ് ഒസ്താസിരിമേനി പഠിപ്പിച്ചത്. അപ്പോൾ ഈ പ്രസംഗത്തിൻ്റെ വാക്യം എടുക്കുമെല്ലാം ഇങ്ങനെ ചില വാക്യങ്ങൾ ഈ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞല്ലോ 4-5 മാസമായിട്ട് എന്നെ വല്ലാണ്ട് ഹോണ്ട് ചെയ്യുന്നൊരു വാക്യം, എല്ലാം വല്ലാണ്ട് വേദനിപ്പിക്കുന്ന ഒരു വാക്യമാണ്. യജമാനനെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ. നസ്രാണിയുടെ ജീവിതം ഇവിടെ ഒന്നുമല്ല. നസ്രാണിയുടെ ജീവിതം ഇവിടെ ആണെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഓർത്തഡോക്സുകാരൻ ക്രിസ്ത്യാനിയുടെ ജീവിതം ഇവിടെ അല്ല. അവന് ഈ 80 വയസ്സോ 70 വയസ്സോ 65 വയസ്സോ കഴിയുമ്പം ഇവിടുന്ന് ഒരു പോക്കുണ്ട്. ആ പോകുന്ന പോക്കിൽ എന്നെ കൊണ്ടുപോകാൻ പറ്റും? എന്നെ കൊണ്ടുപോകാൻ പറ്റും? ആ കൊണ്ടുപോകാൻ ഒന്നും പറ്റില്ല. അന്നേരം കൊണ്ടുപോകാൻ പറ്റുന്ന ഒറ്റ ആൻസറേ ഉള്ളൂ ഈ ചോദ്യത്തിന് ഉത്തരം. ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് രക്ഷ പ്രാപിപ്പാൻ, എൻ്റെ ആത്മാവിന് രക്ഷ പ്രാപിപ്പാൻ. അപ്പം നമ്മൾ പറയും അതല്ല അച്ഛാ, മറ്റേടത്ത് ഹെലികോപ്റ്ററിലാണ് കൂടുന്നത്. രക്ഷ പ്രാപിപ്പാൻ എന്തേലും ചെയ്യുക. 15-ാം തീയതിയാണെന്ന് എൻ്റെ ഓർമ്മ ഈ പെരുന്നാൾ ആചരിക്കുന്നത്, അതിൻ്റെ പൂർണ്ണത വരുന്നത്. അതുകൊണ്ടല്ലേ വിശുദ്ധ പിതാക്കന്മാർ കുർബാനയിൽ കൊണ്ട് എത്തിച്ചത്. അല്ലെങ്കിൽ തലേദിവസം റാസ പോരെ. അടൂക്കടമനാട് മെത്രാസനത്തിൻ്റെ ശുശ്രൂഷ സംഘത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയി ശുശ്രൂഷ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നോട് ഞാനൊരു ചോദ്യം ചോദിച്ചത്. വൈദിക സെമിനാരിയിൽ, ഈ അച്ഛന്മാർക്കൊക്കെ അറിയാം, ഞാൻ ഈ പറയുന്നത് തെറ്റാണെങ്കിൽ അവർ തിരുത്തട്ടെ. വൈദിക സെമിനാരിയിൽ സന്ധ്യാനമസ്കാരം, പിറ്റേ ദിവസം കുർബാന ഉണ്ടെങ്കിൽ സന്ധ്യാനമസ്കാരം കഴിഞ്ഞ് വാ തുറന്ന് സംസാരിച്ചാൽ ഫൈൻ അടയ്ക്കണം. ഇല്ലെങ്കിൽ അച്ഛൻ പറയട്ടെ, ജിജി അച്ഛനോ ലിജിനച്ഛനോ പറയട്ടെ, വാ തുറന്ന് സംസാരിച്ചാൽ നാളെ ഏതാ വ്യാഖ്യ പറയുന്നത്, നാളെ എന്താ പറയുന്നത്, ഇതിൽ കൂടുതൽ പറഞ്ഞാൽ ഫൈൻ അടയ്ക്കണം. 2, സന്ധ്യാനമസ്കാരം കഴിഞ്ഞാൽ നേരത്തെ സൂത്താറ നടത്തിയിട്ട് മുറിയിൽ വിടും, വായിക്കാനും ധ്യാനിക്കാനും ഒക്കെയുള്ള അവസരമായിട്ട്. പെരുന്നാളിൻ്റെ സന്ധ്യാനമസ്കാരം കഴിഞ്ഞാൽ, പെരുന്നാളിൻ്റെ സന്ധ്യാനമസ്കാരം എന്ന് പറഞ്ഞാൽ അടൂര് ഒരു പള്ളിയിൽ, പ്രശസ്തമായ പള്ളിയിൽ ആളുകളെ കൂട്ടാൻ നടത്തിയ ഫ്യൂഷനകത്ത വേൽമുരുക ഹരോഹര വേലായുധ. എന്നെ ആളാരെന്നറിയോ? എൻ്റെ പൊന്നു ദൈവമേ, കർത്താവ് പോലും അതിശയിച്ചു പോയി. ഇത്രയാളോ പള്ളിയിലെ പെരുന്നാളിനെന്ന്. രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അതിനുള്ള വഴി സഭയ്ക്കകത്തനുണ്ട്. ഇവിടുന്ന് തെറ്റിപ്പോയെന്നും വേണ്ട, ഇവിടുന്ന് മാറിപ്പോയെന്നും വേണ്ട. ഫൈൻഡ് ദ വേ വിത്തിൻ ദ ചർച്ച്. ഈ സഭയ്ക്കകത്ത് കണ്ട് അത് കണ്ടെത്താൻ കഴിയുന്നില്ല. അത് കണ്ടെത്താൻ വരുമ്പം ചില മൂടുപടങ്ങൾ നമ്മുടെ മുമ്പിൽ കയറി നമ്മുടെ ശ്രദ്ധയെ പിടിച്ചോണ്ട് പോവാ. ഞാൻ പറയണത് ഒരു പക്ഷേ ഒരു വൈദികനായിട്ട്, അച്ഛൻ പറഞ്ഞ പോലെ ഒരു വൈദികനായിട്ട് വൈദികനെ തന്നെയാണ് കുറ്റം പറയുന്നത്, ജനത്തെ അല്ല ഞാൻ പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ ബോധ്യം നമ്മുടെ തലമുറകളിലേക്കും നമ്മുടെ പാരമ്പര്യങ്ങളിലേക്കും ഏറ്റെടുത്ത് കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ. ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് അല്പസമയം നിങ്ങളുമായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. ബർന്നബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ ചെന്നു. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ദമസ്കോസിൽ അവൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ എല്ലാം അവരോട് വിവരിച്ച് പറഞ്ഞു. സഹോദരങ്ങളെ, ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമെന്നാണ് എൻ്റെ വിചാരം. വേദപുസ്തകത്തിൽ 2 ശൗലുമാരുണ്ട്. ഒന്ന് പഴയ നിയമത്തിലൊരു ശൗലുണ്ട്, രാജാവായിരുന്നു, അധികായകനായിരുന്നു. ദൈവം തെരഞ്ഞെടുത്ത് തൻ്റെ ജനത്തെ ഭരിക്കാൻ വേണ്ടി ആലോചിച്ചപ്പം കിട്ടിയ ദ മോസ്റ്റ് സ്യൂട്ടബിൾ പേഴ്സൺ എമംഗ് 6 lakhs മെമ്പേഴ്സ്. 6 ലക്ഷം വരുന്ന ജനങ്ങൾ, അതിൽ കൂടുതലുണ്ട് എങ്കിലും അതിൽ കൂടുതൽ വരുന്ന ജനങ്ങളിൽ നിന്ന് ഏറ്റവും ഉചിതനായ ഒരുത്തനെ 12 ഗോത്രങ്ങളും ഭരിക്കാൻ തക്കവണ്ണം ദൈവം തെരഞ്ഞെടുത്തപ്പോൾ ആ വ്യക്തിയുടെ പേരാണ് ശൗൽ. അവൻ്റെ അവസാനത്തെക്കുറിച്ചും അവൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. പുതിയ നിയമത്തിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ശൗൽ. ആ ശൗലിന് നേരെ തിരിച്ചായിരുന്നു ഉദ്ദേശം. എന്തായിരുന്നു?
ക്രിസ്ത്യാനികൾ, നമ്മൾ ചിലരൊക്കെ പറയുന്നുണ്ട് ശൗല് ദൈവവിശ്വാസം ഇല്ലാത്തവനാണെന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ തെറ്റാ. ശൗലിന് അപാരമായ ദൈവവിശ്വാസമുള്ളൊരു വ്യക്തിയായിരുന്നു. അവന് പഴയ നിയമ ദൈവത്തിലാണ് വിശ്വാസം, യഹൂദന്മാരുടെ പശ്ചാത്തലത്തിലുള്ള ദൈവത്തിലാണ് അവന് വിശ്വാസം. പുതിയ നിയമ ദൈവത്തിലൊരു വിശ്വാസം അവനില്ല. എന്തുകൊണ്ടാ? നിങ്ങളൊന്ന് ആലോചിക്കേ. പുതിയ നിയമത്തിലെ ദൈവത്തെക്കുറിച്ച് അവന് പഠിക്കാൻ ശ്രമിക്കുന്ന സ്ഥലങ്ങളെല്ലാം അവന് മനസ്സിലാക്കാത്ത കുറേ കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാമോ, ഈ ചില ആളുകൾ ചോദിക്കും, ഈ കുരിശ് എന്ന് പറയുന്നത് കുരിശ് വേണോ എന്നൊക്കെ ചോദിക്കുമ്പം ഈ ആളുകൾ പറയുന്നത് ക്രിസ്തു കുരിശിൽ തൂങ്ങിയോണ്ടാ കുരിശിടുന്നതെന്ന്. ആണോ? എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ക്രിസ്തു കുരിശ് തൂങ്ങിയോണ്ടാണോ കുരിശ് നമ്മൾ കുരിശടയാളമായിട്ട് വെക്കുന്നത്? എന്തുകൊണ്ടാണ് രക്ഷയുടെ അടയാളമായിട്ട് ഉപയോഗിച്ച്? ഒന്ന് പറഞ്ഞേ. ക്രിസ്തു കുരിശ് തൂങ്ങിയോണ്ടാണോ? അല്ല, അത് തെറ്റിദ്ധാരണയാ. അതുകൊണ്ടാണ് മറ്റൊരു ചോദിച്ചത് ക്രിസ്തു കട്ടിലേ കിടന്ന എടുത്തു വെക്കുമെന്ന്. ക്രിസ്തു കുരിശ് തൂങ്ങിയാലും ഞങ്ങൾക്ക് വിഷയമില്ല, ക്രിസ്തു കട്ടിലേ തൂങ്ങിയാലും നമുക്ക് വിഷയമില്ല. കുസ്തന്തീനോസ് ചക്രവർത്തിയോട് സ്വർഗത്തിൽ നിന്ന് വെളിപ്പാടുണ്ടായി, ഇതിനാൽ നീ ജയിക്കും. അങ്ങനെ അടയാളം കൊടുത്ത 300 AD 300 ശേഷമാണ് ക്രിസ്ത്യാനി എന്ത് അടയാളമാക്കി മാറ്റിയത്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിയുടെ കുരിശേൽ ആരില്ലാത്തത്? കുരിശിത രൂപമില്ലാത്തത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് എൻ്റെ വിചാരം. ഇത് തമ്മിലൊരു വലിയ വ്യത്യാസമുണ്ട്. ക്രിസ്തുവിൻ്റെ അടയാളമായി, that is equal to Jesus Christ, the sign and symbol that is used as equal to Jesus Christ, ദൈവത്തിന് യേശു ക്രിസ്തുവിന് തുല്യമായി ഉപയോഗിക്കാൻ കർത്താവ് നേരിട്ട് പറഞ്ഞ അടയാളമായതുകൊണ്ടാണ് ആ അടയാളം നമ്മൾ ഉപയോഗിച്ചത്. അതിനു മുമ്പ് മീനിന്റെ പടമായിരുന്നു, ഇക്തൂസ് എന്ന് പറയും. ഈ ഒരു ഗുഹയ്ക്കകത്ത് മീനിന്റെ പടം വരച്ചു വയ്ക്കും. ക്രിസ്ത്യാനികളെല്ലാം അതിനകത്ത് കയറുകയും അതിനകത്ത് നിന്ന് പ്രാർത്ഥിക്കുക, അല്ലെ എവിടെയെങ്കിലും ഒരു മാളികയ്ക്കകത്തോട്ട് കയറിയിരിക്കും, വെളി മീനിന്റെ പടം വരയ്ക്കും. എന്തിനാ? ഇവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി. അപ്പം ഈ യവനന്മാർ ഭരിക്കുന്ന സമയമായിട്ട് അവർ നമ്മളെ കൊല്ലാൻ നോക്കുകയായിട്ടും, അല്ലെ നമുക്ക് സപ്പോർട്ടായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ടും ആരും അറിയാതെ ആളുകൾ പ്രാർത്ഥിക്കുക. അപ്പം ആരെങ്കിലും വന്ന് ചെവി കോർത്ത് പിടിക്കുമ്പം അകത്തുനിന്ന് കേൾക്കുന്ന വാചകം എന്തെന്നറിയോ? ഇതെന്റെ ശരീരമാകുന്നു, നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിപ്പീൻ. കണ്ണുകൊണ്ട് കാണാത്തവൻ വെളിയിൽ നിന്ന് വിചാരിക്കുന്നത് എന്തുവാ? അകത്താരാണ്ടെ വെട്ടിമുറിച്ച് തിന്നുക. അവൻ ഇഷ്ടപ്പെടുവോ? നരഭോജികൾ അല്ലെങ്കിൽ ദൈവമില്ലാത്തവർ, ഇങ്ങനെയുള്ളവരുടെ സമൂഹമായിട്ട് ആര് വ്യാഖ്യാനിച്ചു? ഇത് തന്നെയല്ലേ ഇപ്പോഴും നടക്കുന്നേ. നമ്മുടെ സഭയെക്കുറിച്ചോ നമ്മുടെ ദൈവത്തെക്കുറിച്ചോ അറിയാത്ത ആളുകൾ കുറെ പേര് പറയുന്നു. പള്ളിക്ക് പുറത്തു നിൽക്കുന്ന ആളുകൾ വേറെ രീതിയിൽ പറയുന്നു. ഈ പള്ളിക്കകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയട്ടെ, നിങ്ങൾ വേറെ ഏതെങ്കിലും പള്ളിയിൽ പോകുമ്പോൾ പള്ളിക്കകത്ത് സ്ഥലമുള്ളൊരു പള്ളിയാന്ന് കൂട്ടിക്കോ, ഇല്ല മുറ്റം എന്തിനു വേണ്ടിയിട്ടേക്കുന്നത്? ഈ പള്ളിയുടെ മുൻവശം ഒന്ന് പറഞ്ഞേ. എൻ്റെ സമയം പോവുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണേ, ഞാൻ എൻ്റെ അച്ഛൻ തന്നേക്കുന്ന സമയത്ത് നിർത്തിക്കോളാം. ആ മുൻവശം എന്തിനു വേണ്ടിയിട്ടേക്കുന്ന? പറ. പുറജാതികൾക്ക് നിൽക്കാൻ വേണ്ടിയാ. എന്തിനാ? കുർബാനയുടെ പ്രധാന ഭാഗം അവർക്ക് എന്ത് ചെയ്യത്തില്ല, മനസ്സിലാവില്ല. അപ്പം കഥ അടച്ചിട്ട് കുർബാനയുടെ പ്രധാന ഭാഗം നടത്തുമ്പം അവരവിടെ നിന്നോണം, അകത്ത് കയറാൻ പാടില്ല എന്ന് പറഞ്ഞോണ്ടാ. ഇന്ന് പുറജാതിയായിട്ട് നിൽക്കുന്ന ആരൊക്കെയാന്ന് നോക്കിയേ? തങ്കച്ചാനെ, ജോയിച്ചാനെ, മറിയമാമ, അല്ലേ? ഞാൻ ഇവിടുത്തെ അച്ചാൻ്റെ ഒന്നും പേരല്ല, ഇനി ആ പേരിൽ തന്നെ അടിക്കല്ലേ. ഐ എം ജസ്റ്റ് യൂസിങ് സം നെയിംസ്, ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ, വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത് മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസാ. ഇന്നും അത് അവിടെ നിൽക്കുക. എന്നിട്ട് എന്താ? ഇന്ന് രാവിലെ നടന്നൊരു സംഭവം പറയാം. ഇന്ന് രാവിലെ നടന്ന സംഭവം, എൻ്റെ പള്ളിയിലെ വികാരി അച്ഛനും ഞാനും എല്ലാം കൂടെ ചേർന്ന് വലിയ കാര്യത്തെ ഒരു മരണം ഉണ്ടായപ്പോൾ അത് ക്രമീകരിക്കാൻ നിൽക്കുക. ഒരാളെ വിളിച്ചു. അപ്പം അവിടെ അവരുടെ വീട്ടുകാരെല്ലാം കൂടെ തീരുമാനം എടുത്തു, ഇപ്പം നമുക്ക് മോർച്ചറിയിലോട്ട് കൊണ്ടുപോവാം. അപ്പോഴൊരാൾ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു എല്ലാവരും ഒരു കാര്യം ചെയ്യുക, ആ മോർച്ചറിയിലോട്ട് അങ്ങ് വരാൻ പറ, എളുപ്പമാണല്ലോ. അപ്പോൾ ഈ ആളിനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ മോർച്ചറിയിലോട്ട് അങ്ങ് വരുമോ? അല്ല ഞങ്ങളിപ്പോൾ ഇവിടെ തിരിച്ചിട്ടുണ്ട്. ശരി എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് സ്പീക്കർ ഫോണിലായിരുന്നു. അവർ അടുത്ത് അവിടെ ഫോൺ വേണി പറയുന്നത് ഈ അച്ഛന്മാരുടെ ചില സോക്കേടാണ്. ഞാൻ അന്നേരം ചോദിച്ചു, കണ്ടവനെല്ലാം കയറാനുള്ള നെഞ്ചാണോ ഈ കത്തനാരന്മാരുടെ? ഈ വെളി നിൽക്കുന്നവന്മാര് ഒപ്പിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഈ നിൽക്കുന്നവരാണ് ഉത്തരവാദികൾ. There comes the role.
അകത്ത് കയറി ആരാധന കാണുക. അങ്ങനെ കാണുന്ന സമയത്ത് തുടങ്ങും ഒരുക്ക ധ്യാനം ആദ്യം. ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ തിരുത്തണം കേട്ടോ. ഞാൻ പറയണ എന്തെങ്കിലും തെറ്റാണെങ്കിൽ നിങ്ങൾ തിരുത്തണം. ശൗലിനും ഇത് തന്നെ പറ്റിയേ. എന്താ ശൗല് ചെയ്ത്? ശൗല് വെളിയിൽ നിന്ന് കളി കണ്ടു. വെളിയിൽ നിന്ന് കളി കണ്ട് ശൗല് കേൾക്കുന്നത് കൊല്ലുന്നതായിട്ടും മാംസം തിന്നാൻ തരുന്നതായിട്ടും അവന് മനസ്സിലാവുന്നില്ല. അവൻ അവസാനം, എനിക്ക് പെട്ടെന്ന് പറയാനില്ലാത്തതുകൊണ്ട്, സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവാണേ. അവന് ഒരു കാര്യം ചെയ്തു. അവനുള്ള അധികാരപത്രം മുഴുവനും സ്വീകരിച്ച് നേരെ വരികയാണ് ആളുകളെ പിടിച്ചു കെട്ടാൻ, കൊല്ലാൻ ഒക്കെ. ദമസ്കോസിന്റെ പടിവാതിലെത്തിയപ്പം അവന്റെ മുഖത്തോട്ട് ഒരു വെട്ടമടിച്ചു. അവൻ അവന്റെ വാഹനത്തിൽ നിന്ന് താഴെ വീണു. അവൻ താഴെ വീണ് എഴുന്നേറ്റ വാക്കുകളൊക്കെ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് അറിയാം. അവൻ ചോദിക്കുന്നുണ്ട്, അപ്പം അവന് ഒരു വെളിപാട് കിട്ടുന്നുണ്ട്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത്. അവൻ തിരിച്ചു പറഞ്ഞ മറുപടി എന്തുവാ? നീ ആരാകുന്നു? കർത്താവേ. ഈ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചാൽ എന്തോ അർത്ഥം? കർത്താവേ എന്ന് വിളിച്ച എന്തോ കർത്താവിനെ വിളിച്ചാണോ? നമ്മൾ വിളിക്കുന്ന കർത്താവാണോ? അല്ല അല്ല. ശൗല് നോക്കിയപ്പം നല്ല ഒന്നാന്തര അഭ്യാസിയും അത്യാവശ്യം പണ്ഡിതനും കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ളവനും ആളുകളെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ അധികാരപത്രമുള്ള തന്നെ എന്തോ ഒരു സാധനം വെച്ചൊരു മിന്നൽ മിന്നിച്ചിട്ട് അട്ടിച്ചെടുത്ത് താഴെ ഇടാൻ കഴിവുള്ള വ്യക്തിയെ അവൻ വിളിച്ച പേരാണ് കർത്താവ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർക്കറിയാം, കർമ്മം ചെയ്യുന്നവൻ ആരോ അവനാണ് കർത്താവ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. കർമ്മം ചെയ്യുന്നവൻ ആരോ അവനാണ്, അല്ലാതെ ദൈവമേന്നൊന്നും അല്ല വിളിച്ചേ. അത് ചുമ്മാ തോന്നുക. കുറിയോസ് എന്ന വാക്കാ, ലോഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. കർമ്മം ചെയ്തവൻ, അതായത് ഇത്രയും അധികാരപരിധിയുള്ള, ഇത്രയും വൈദഗ്ധ്യമുള്ള എന്നെ നട്ടപ്പ വെയിലത്ത് ഒരു വെട്ടം അടിച്ചിട്ട് എന്നെ അടിച്ച് താഴെ ഇടാൻ കഴിവുള്ള നീ ആരാ? ഒന്നാമത് ഞാൻ ചോദിച്ചല്ലോ രക്ഷ പ്രാപിപ്പാൻ ഞാൻ. രണ്ടാമത് ചോദിക്കട്ടെ, ഈ ചോദ്യം എപ്പോഴേലും ചോദിച്ചിട്ടുണ്ടോ? ഈ ചോദ്യം എപ്പോഴേലും ചോദിച്ചിട്ടുണ്ടോ? എന്നാ പണിയാ കാണിച്ചു കൂട്ടുന്നേ, എന്നെല്ലാം പരിപാടികളെ കാണിച്ചു കൂട്ടുന്നേ. ഈ കാണിച്ചു കൂട്ടുന്ന സമയത്ത് കർത്താവെ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് അടിച്ച് എന്നെ താഴെ ഇടാൻ കഴിവുള്ളവനാ നീ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തെല്ലാം പരിപാടിയാ. ഇന്നിനി വൈകിട്ട് ചെങ്ങരൂർ പള്ളിയിൽ പോയി പ്രസംഗിച്ചിട്ട് വീട്ടിൽ കിടക്കുമ്പോഴത്തേക്ക് ഞാൻ എന്തൊക്കെയാ എന്നെ കുറിച്ച് വിചാരിക്കുന്നത്? എന്തെല്ലാം രാവിലെ ഒരു വീടിന് കുറ്റി അടിച്ചിട്ട് വന്ന് സ്കൂളിൽ പോയി ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന എന്നെ കുറിച്ച് ഞാൻ എന്തെല്ലാം വിചാരിക്കുന്നത്? പ്രാർത്ഥിക്കാൻ സമയമുണ്ടോ? പള്ളിയിൽ പോകാൻ സമയമുണ്ടോ? എന്തിനേലും സമയമുണ്ടോ? ഭയങ്കര പരിപാടികളാ. അടിച്ച് താഴെ ഇടാൻ കപ്പാസിറ്റി ഉള്ള ഒരുത്തനെയാ ഇപ്പം നിങ്ങൾ ദൈവമായി വിശ്വസിക്കുന്നതെന്ന് വിശ്വസിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ? അടിച്ച് താഴെ ഇടാൻ, ഉയർത്താനും അറിയാം കേട്ടോ. അവൻ മച്ചിയാളെ മക്കളുടെ സന്തോഷത്തിന്റെ അമ്മയായി കൊണ്ടുവരാനും കഴിവുള്ളവൻ അല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഈ അഹങ്കാരങ്ങളും ആകാശത്തിന്റെ കാലെവിടെയാന്ന് വെച്ചാൽ അത് തട്ടിക്കളയാനുള്ള ധൈര്യവും കൊണ്ട് നടക്കുമ്പം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നീ ആരാകുന്നു? കർത്താവേ. ഞാൻ ഈ എൻ്റെ വീഡിയോസ് എല്ലാം ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി എൻ്റെ വിശ്വാസം പഠിപ്പിക്കാൻ 3000-ഓളം വിശ്വാസ വിഷയം പഠിപ്പിക്കാൻ വേണ്ടി വീഡിയോ ഇട്ടു. അതാരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ രാത്രികൾ പലത് പകലായപ്പോൾ ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി 3000-ഓളം വീഡിയോകൾ ഞാൻ ഇട്ടു. എൻ്റെ വീഡിയോയ്ക്കകത്തെല്ലാം ഞാൻ മറ്റൊരു സഭാവിഭാഗത്തിൻ്റെ വിശ്വാസത്തിൻ്റെ തെറ്റാ പറയുന്നത്, ഒരു സംശയമില്ല. അത് ഇനിയും പറയും, ഇപ്പോഴും പറയും, നാളെയും പറയും, ഇപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, അവരെന്തുകൊണ്ട് ആ സഭയിലെ വിശ്വാസത്തിലേക്ക് പോയി എന്ന് ചോദിച്ചാൽ ഈ ഒരു ചോദ്യം അവരെ ഭരിച്ചപ്പെടാം. അതിന് ചെന്ന് ചാടിയത് വറചട്ടിന്ന് എരുതിയിലോട്ടായിപ്പോയെന്നുള്ളൊരു കുഴപ്പം എനിക്ക് മനസ്സിലാവും. പക്ഷെ ഈ ചോദ്യം അവരെ ഭരിക്കുന്നുണ്ട്. 1, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? 2, നീ ആരാകുന്നു? അതിന് ഉത്തരം എന്താണെന്നറിയോ? അതിൻ്റെ രസം എന്താണെന്നറിയോ? ഈ സ്കൂളുകളിലൊക്കെ ഇപ്പോഴത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെയുള്ളവർ, എന്നെ കേൾക്കുന്ന അധ്യാപകരൊക്കെ ഇവിടെ കാണുമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ അടുത്തുള്ള എൻ്റെ സുഹൃത്തുക്കളുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ അവരൊക്കെ വന്നിരിക്കുമെന്ന് തോന്നുന്നു. സ്കൂളുകളിൽ നമ്മൾ പിള്ളേരുടെ ബാഗ് പരിശോധിക്കാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കി. രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന കൊച്ചിൻ്റെ ബാഗിനകത്തുണ്ട്. നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രോഗ്രാം ഓഫീസറാണ് സ്കൂളിലെ.
അപ്പം സ്കൂളിൽ ഈ കുട്ടികളെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സുണ്ട്. അപ്പം എൻ്റേത് ഒരു സെൽഫ് ഫിനാൻസിങ് യൂണിറ്റ് എന്ന് പറയും. കുട്ടികളുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ പിരിച്ചിട്ട് നാഷണൽ സർവീസ് യൂണിറ്റ് നടത്തേണ്ടി. അപ്പോൾ അവർ പറയുന്നൊരു ഫീസുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ കുട്ടികളോടും പറയും, നിങ്ങൾക്ക് ഈ താല്പര്യമുള്ളവരെല്ലാം ജോയിൻ ചെയ്യുമെന്ന് പറയും. അപ്പോൾ അവർ കുറേ പേര് ജോയിൻ ചെയ്യും. അപ്പോൾ കൊമേഴ്സിൽ കമ്പാരിറ്റീവ്ലി പെൺകുട്ടികളുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ ആ പെൺകുട്ടികൾ 12 പേരെ തിരഞ്ഞെടുക്കണമെങ്കിൽ അതിൽ കഴിവുള്ള കുട്ടികളെ കിട്ടി അത്രയും നല്ലതെന്നൊരു വിശ്വാസം എനിക്കുള്ളതുകൊണ്ട് ഞാൻ കഴിവിൻ്റെ പരമാവധി ഇവരെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ അപേക്ഷാ ഫോം കൊടുക്കും. അതിനടിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എഴുതി ഒപ്പിട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറയും. പേരൻസിനെ വിളിച്ചു കൂട്ടും, അവരുടെ കയ്യിൽ ഇത് കൊടുക്കുന്നേ. അപ്പോൾ ഇത്ര രൂപ അടയ്ക്കണമെന്ന് പറയുമ്പം ചിലർ അതിനടിയിൽ എഴുതി വെക്കും, ഞങ്ങൾ NSSൽ ചേരുന്നില്ല എന്ന്. അപ്പം ഇങ്ങനെ എഴുതി വെച്ചവരിൽ മിടുക്ക പിള്ളേരുടെ മാതാപിതാക്കളെ ഞങ്ങൾ വിളിക്കും, അല്ലെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ വീണ്ടും വിളിച്ചു ചോദിക്കും, മക്കളെ പൈസ ഇല്ലാഞ്ഞിട്ടാണോ ചേരാത്തത്? അങ്ങനെയാണെങ്കിൽ ആരും അറിയണ്ട, അച്ഛൻ ഇതുപോലെ ഈ അച്ഛനൊക്കെ പ്രസംഗിക്കാൻ വിളിക്കുന്ന കിട്ടുന്ന കൈമുത്തുണ്ട്, ആരും അറിയാൻ ഞാൻ നിങ്ങൾക്ക് ഇട്ടേക്കാന്ന് പറയും. അങ്ങനെ പറയുമ്പം ഒരു കുട്ടി, ഞാൻ ഈ പറഞ്ഞ പോലുള്ള ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, അതല്ല ഫാദറെ, അമ്മ പറഞ്ഞു, വീട്ടിൽ നിന്ന് പറഞ്ഞു പോകണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, മോളെ 24 മാർക്കുള്ളതാ, അത് കളയരുത്, ഒരു നല്ല സർട്ടിഫിക്കറ്റ് ഉള്ള. അതല്ല ഫാദറെ, ക്യാമ്പ് ഉണ്ടല്ലോ 7 ദിവസം. അപ്പം ഞാൻ വെച്ച് അമ്മയെ വിട്ടു മാറുന്നതിൻ്റെ വിഷമമുണ്ടെന്ന്. മോളെ അങ്ങനെയൊന്നും പേടിക്കണ്ട, എല്ലാവരും ഉണ്ട്, അതുകൊണ്ട് മോള് ധൈര്യമായിട്ട് ചേരും, എല്ലാ വർഷവും ക്യാമ്പ് നടക്കുന്നതല്ലേ. അപ്പോൾ ആ കുട്ടി പിന്നെയും പറഞ്ഞു, ഫാദറെ അത് ശരിയാകത്തില്ല ക്യാമ്പ്. ഞാൻ പറഞ്ഞു, മോളെ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, മോക്ക് 10-24 മാർക്ക് കിട്ടേണ്ടതാ, അതിലുപരി സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതാ. ആ കുഞ്ഞെന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ സഭയിൽ ഡിസംബർ മാസം അവസാനം ഒരുപാട് കൺവെൻഷനുകളും പ്രാർത്ഥനായോഗങ്ങളും നടക്കുന്ന ദിവസമാണ്, അത് വിട്ടിട്ട് എനിക്ക് വരാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു, മോള് ആലോചിച്ച് തീരുമാനം എടുക്കണം. ബിക്കോസ് 24 മാർക്കാണ് നിനക്ക് വരാൻ പോകുന്നത്. നിന്റെ ഗ്രേഡ് ചിലപ്പം അടിച്ച് മുകളിലോട്ട് കയറ്റാൻ സാധ്യതയുള്ള, ഭാവിയിൽ നീ ഇതിനൊക്കെ പോകുമ്പോൾ നിനക്ക് കിട്ടേണ്ട. ആ കുട്ടി എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് 48 മാർക്ക് തരാൻ കഴിവുള്ളവന്, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് 48 മാർക്ക് തരാൻ കഴിവുള്ളവന്. ആലോചിച്ചേ, ഇവിടെ ഇരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്നിട്ട് മനസ്സിലും ചോദിച്ചു നോക്കിയേ, നീ ആരാവുന്നു കർത്താവേ എന്ന് ഇതുവരെ ചോദിച്ചിട്ടുണ്ടോന്ന്? ചോദിക്കുന്നതാകട്ടെ പെരുന്നാള്, വേറെ എന്തിനീ പെരുന്നാള്? കണക്കെഴുതുമ്പോൾ 4-5 ലക്ഷം രൂപയുടെ കണക്കെഴുതി വെക്കാനോ, അതോ കഴിഞ്ഞ വർഷത്തേക്കാൾ വലുതായി നടത്തിയെന്ന് പറയാനോ? എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ഈ ആർഭാടങ്ങളൊക്കെ നടക്കട്ടെ, ഒന്നും നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. 3 പൊതുയോഗം മാറ്റി വെച്ചിട്ട് 4ാമത് തിരുമേനിയുടെ അധ്യക്ഷത പൊതുയോഗം നടത്തി പള്ളി പണിയണമെന്ന് നടക്കുന്ന ഒരു പള്ളിയിലിരിക്കുന്ന വികാരി അച്ഛനാണ് ഞാൻ. എന്നാൽ ആവും വിധം മാറ്റി വെക്കാൻ ശ്രമിച്ച, കാരണം നാട്ടുകാർ ചീത്ത വിളിക്കില്ല. അച്ഛൻ അങ്ങോട്ട് വന്നപ്പോഴത്തേ പള്ളി പണിയാനുള്ള ഒരു തിരക്കുമില്ല. അതുകൊണ്ട് ഇതെല്ലാം അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ഒരുക്കധ്യാനത്തിന് വന്ന നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ ചോദ്യത്തിന് ഉത്തരവാണ്. ശൗല് ഈ ചോദ്യം ചോദിക്കുന്നു, കർത്താവിന് മറുപടി, നീ ബാക്കി വായിച്ചേ, നീ ഉപദ്രവിക്കുന്ന നസ്രായനായ ഇന്ന് വരെ എൻകൗണ്ടർ ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. ഇന്ന് വരെ നേരിട്ട് ഇടപെടാത്ത, നേരിട്ട് ഒന്നും ചെയ്യാത്ത, നേരിട്ട് ഒന്നും മിണ്ടിയിട്ടില്ലാത്ത, കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് മറുപടി പറയുന്നത്, നീ ഉപദ്രവിക്കുന്ന നസ്രായനായ. ശൗലിനൊരു സംശയം, ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറ്റുന്നത്? ഞാൻ ഇന്ന് വരെ ഈ വ്യക്തി എന്തോ ചെയ്തിട്ടില്ല, തൊട്ടിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, കണ്ടിട്ട് പോലുമില്ല, പിന്നെ എങ്ങനെ ഞാൻ ഉപദ്രവിച്ചെന്ന് പറയുന്നേ? അവിടെ ശൗലിന് ബോധ്യം വന്നു തുടങ്ങി. അതുകൊണ്ട് അവൻ FAC ലേഖനം എഴുതിയ പറഞ്ഞു, ക്രിസ്തു തലയും സഭ ശരീരവുമാവുന്നു. ക്രിസ്തു മണവാളനും സഭ മണവാട്ടിയുമാവുന്നു. കാരണം ഇതിക്കുള്ളിൽ ഇനി ഒരു ബന്ധം എഴുതാനില്ല. ക്രിസ്തു തല, സഭ ശരീരം. ഈ ശരീരത്തെ തൊട്ടാൽ ആർക്കും നോവും? ക്രിസ്തു മണവാളൻ, സഭ മണവാട്ടി, മണവാട്ടിയെ തൊട്ട ആർക്ക് നോവും? ചോദ്യം 2 ഒരുമിച്ചങ്ങ് ചോദിച്ചേക്കാം. ഒന്ന്, സഭ എന്ന് പറയുന്ന നമ്മൾ സ്വന്തം ശരീരത്തെ ഇങ്ങനെ കുത്തി നോക്കുമ്പം ഈ തലയ്ക്ക് നോവുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അച്ഛാ അതിന് ഞങ്ങൾ കുത്തി നോക്കുന്നില്ലല്ലോ. അച്ഛാ ഞങ്ങൾ കുത്തി നോക്കുന്നുണ്ടോ?
നമ്മൾ സഭയെ കുത്തി നോക്കുന്നവരുണ്ടോ? ഒരിക്കലും അല്ല. അതെങ്ങനെ നമ്മളെങ്ങനെ കുത്തി നോക്കുന്നേ? ഒറ്റ കുത്തി നോയിപ്പേ ഉള്ളൂ. അച്ഛൻ കല്ലിടാൻ വരണം. പക്ഷെ 9:45 9:75 ഇടയ്ക്ക് എവിടുന്ന് കിട്ടി? അത് ഞങ്ങൾ പോയി നിരത്തി നോക്കിയപ്പോൾ കിട്ടി. ആരെ നിരത്തിയതായിരുന്നത്? ആരെ നിരത്തിയപ്പോൾ കിട്ടിയതാ? ഇതാരെ നോയിച്ചേ? പറയൂ. ആണ്. എന്താ സംശയം? എന്താ? നൊയമ്പ്, ഉപവാസം, പ്രാർത്ഥന, ഇറ്റ്സ് എ മെഡിസിൻ. മരുന്നാണ്. ഇന്ന് വെള്ളിയാണ്, മരുന്നാണ് നൊയമ്പ് നോക്കുന്നത്. ആർക്ക് വേണ്ടി? ഫോർ സ്ട്രെങ്തനിങ് ദ ബോഡി. സഭയാകുന്ന ശരീരത്തെ, ഈ ശരീരത്തെ അല്ല, ഇത് ഉണങ്ങട്ടെ. സഭയാകുന്ന ശരീരത്തെ ശക്തിപ്പെടുത്താനുള്ള മെഡിസിനാണ് ഫാസ്റ്റിംഗ്. മക്കൾക്ക് മുട്ട എടുത്തു കൊടുത്ത അമ്മ എന്താ ചെയ്തേ? കുത്തി നോക്കിയായിരുന്നു ഈ ശരീരത്തെ. വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ തിരുത്തണം. ഇതൊന്ന് സ്വയം ചോദിച്ചിട്ടുണ്ടോ? 2, ഇന്ന് എൻ്റെ ശബ്ദം വെളിയിലോട്ട് കേൾക്കുന്നെങ്കിലും ഇന്ന് നസ്രാണി അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ തല്ലാൻ, അടിക്കാൻ, ആചാരങ്ങൾക്കെതിരെ നിൽക്കാൻ ഇവിടുത്തെ സമൂഹത്തിന് തോന്നിക്കാൻ കാരണം എന്താ? ആരെങ്കിലുമൊക്കെ എതിര് നിൽക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഈ കൊരോപ്പ് കാണാൻ പലരും വരുന്ന കണ്ടിട്ട് എന്നോട് പറയരുത് അവരെല്ലാം ഭയങ്കര വിശ്വാസിയാണ്. അതൊന്നും എനിക്ക് വലിയ വിശ്വാസമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നാറില്ല. പകരം ക്രിസ്ത്യാനിയുടെ വേദപുസ്തകം കത്തിക്കാനും ക്രിസ്ത്യാനിയുടെ പള്ളി നശിപ്പിക്കാനും എവിടെയായിരുന്നാലും ആർക്കെങ്കിലും ധൈര്യം വരുന്നതിന് കാരണം എന്താ? ഇപ്പൊ ഉള്ള ശരീരം തലയോട് യാതൊരു ഇപ്പൊ ഉള്ള ശരീരത്തിന് തലയോട് യാതൊരു ബന്ധമില്ല. ഇപ്പൊ ഉള്ള മണവാട്ടി 3 പ്രാവശ്യം ഡിവോഴ്സ് എടുത്ത് മണവാളിനെ വേണ്ടാന്ന് വെച്ച് ജീവിക്കുന്നതാ. എന്താ തർക്കം? അച്ഛനെതിരെ ആദ്യത്തെ പരാതി, എനിക്ക് ജിജി അച്ഛൻ്റെ കാര്യം, പള്ളിക്ക് അകത്തുള്ളത് എനിക്ക് അറിയില്ല, പള്ളിക്ക് പുറത്തുള്ള അദ്ദേഹത്തെ ശുശ്രൂഷ, എൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ ഭാര്യ അച്ഛൻ്റെ പെങ്ങളൂടായതുകൊണ്ട് എനിക്ക് ഇച്ചൂടെ അറിയാം. നേരത്തെ മുതലേ ഞാൻ 15 വർഷം മുമ്പ് മുതലേ ഒബ്സർവ് ചെയ്യുന്നതാണ്. പള്ളിക്കകത്തെ കാര്യം അറിയില്ല. എന്നെ കുറിച്ചൊക്കെ പോകുന്ന ആദ്യത്തെ പരാതി എന്താണെന്നറിയോ? റിഞ്ചു പി കോശി അച്ഛനെ കുറിച്ചൊക്കെ പോകുന്ന ആദ്യത്തെ പരാതി, അച്ഛൻ കുർബാന കഴിഞ്ഞ് ഹൂസോയെ കൊടുത്ത് കുർബാന കൊടുത്തില്ല. എന്നെ അപരാധം അച്ഛൻ ചെയ്യുന്നേ. ഒരുങ്ങി വന്നവർ എന്തോ ഒരുങ്ങി? 12,000 രൂപയുടെ കസവ് സാരിയോ? അതോ വെൽ ഡ്രസ്ഡോ? 6 യാമ നമസ്കാരം പൂർത്തീകരിക്കണം വിശുദ്ധ കുർബാന അനുഭവിക്കണമെങ്കിൽ. 6 യാമ നമസ്കാരം. പിന്നെ ഹൂസയെ പ്രാപിക്കുകയോ കുമ്പസാരിക്കുകയോ ചെയ്യണം. 6 മണിക്കൂർ ഫാസ്റ്റിംഗ് ഉണ്ട്. ഇത് ചെയ്യാതെ ഇങ്ങോട്ട് വന്നിട്ട് അവൻ കൊള്ളുന്നെങ്കിൽ ഞാനും കൊള്ളും, ഞാനും പൈസ അടയ്ക്കുന്നതാണെന്ന് പറഞ്ഞോണ്ടാ വാ പൊളിക്കുന്നേ. അല്ലേ? നിങ്ങൾ തന്നെ നിങ്ങളുടെ ശരീരത്തെ വേദനിപ്പിച്ചപ്പം, അല്ലെ ക്രിസ്തുവിന്റെ ശരീരത്തെ വേദനിച്ചപ്പം നിങ്ങൾ ഡിവോഴ്സ് ചെയ്ത് ജീവിക്കുന്നവരല്ലേ? വീണ്ടും ആവർത്തിക്കുക, ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം. ഇനി ഒരിടത്ത് പോയി ഇതുപോലത്തെ വിവരക്കേട് വിളിച്ച് പറയാതിരിക്കാൻ. ശരിയാണെങ്കിൽ മനസ്സിലേക്ക് കൊണ്ടുവരിക. ക്രിസ്തുവിന്റെ ശരീരത്തെ വേദന, എനിക്കെതിരെ ഇഷ്ടം പോലെ പ്രാവശ്യം പരാതി പോയതാ. മോശ ഇടയ്ക്ക്, ഇനി അതുകൊണ്ട് പഴയ നിയമത്തിന്റെ സമയത്ത് ഇറങ്ങി വന്നച്ച ഹൂസ കൊടുത്താൽ എന്താ കുഴപ്പമെന്ന്. മോശ പർവ്വതത്തിൽ കയറിപ്പോയിട്ട് തിരിച്ചു വന്നപ്പോ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു? 10 കാൽപ്പ്. അത് കിട്ടാൻ ഒന്ന് വരാമേ, എല്ലാരും വന്നോ നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പിന്നെ ഇറങ്ങി വന്നോ മോശ? ഇല്ല. ഇത് മനസ്സിലാക്കി കൊടുക്കാൻ ആര് വിചാരിച്ചാൽ നടക്കും? ശൗലിന് ബോധ്യമായി. ശൗല് അവിടെ വെച്ച് ടേൺ ചെയ്തു. ശൗല് സ്വയം ചോദിച്ചു, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഇതുവരെ ഞാൻ ദമസ്കോസിന്റെ ഗമാലിയലിന്റെ ശിഷ്യനായിരുന്നു, റോമ പൗരനായിരുന്നു, ഒക്കെ വലിയ സംഭവമായിരുന്നു. അവിടെ ചോദിച്ചു, ഇനി ഞാൻ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? പോകാൻ പറഞ്ഞു. നേർവീതിയിലെ യൂദയുടെ വീട്ടിൽ പോയി താമസിക്കാൻ പറഞ്ഞു. അവിടെ ചെല്ലുന്നു, അവനെ മാമോസ മുക്കുന്നു, അവനെ നേരെ കൊണ്ടുവന്നു, യെരുശലേമിലേക്ക് കൊണ്ടുപോയി. അവൻ നേരെ പോയത് യെരുശലേമിൽ ആളുകളെ കൊല്ലാൻ വേണ്ടിയാ. കൊല്ലാൻ പോയ ആളിനെ ബർന്നബാസും അവന്റെ ശിഷ്യന്മാരും നേരെ ചേർത്ത് മാമോദിസ മുക്കി സഭയുടെ അടുക്കൽ കൊണ്ടുചെന്ന്
വലിയ പ്രതിസന്ധിയിലൂടെ വന്ന കാര്യങ്ങളെല്ലാം അവനവിടെ നടത്തി കഴിഞ്ഞപ്പോൾ ആരാണോ കത്ത് കൊടുത്തു വിട്ടത് അവർക്കെതിരായി ശൗലിനെ കൊല്ലാൻ തീരുമാനിക്കുക. ആ ശൗലിനെ അവര് കൊട്ടയിലാക്കി വഴിയിൽ കൂടി ഇറക്കി വിടുക. വീണ്ടും തിരിച്ചു വന്ന് ക്രിസ്ത്യാനിയോടുകൂടെ ചേരാൻ ചെന്നപ്പം അവർ പറഞ്ഞു, ഇയാളെ നമ്മുടെ കൂട്ടത്തിൽ എടുക്കാൻ പറ്റില്ല, ഇയാൾ ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ശൗലിനെ കുറിച്ച് ബോധ്യമുള്ള ബർന്നബാസ് എന്ന് പറഞ്ഞു. ബർന്നബാസു അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ ചെന്നു. ബാക്കി 3 വാക്യവും പ്രധാനപ്പെട്ടതാ. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ദമസ്കോസിൽ അവൻ യേശുവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതും എല്ലാം അവരോട് വിവരിച്ചു പറഞ്ഞു. ആര് പറഞ്ഞു? ശൗലാണോ ബർന്നബാസാണോ? ബർന്നബാസ് പറഞ്ഞു. വലിയ പ്രസക്തിയാത്. റാസ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷ പ്രദക്ഷിണമാണ് കേട്ടോ. പ്രദക്ഷിണം ഇറങ്ങുമ്പം എൻ്റെ അറിവ് ശരിയാണ്, എൻ്റെ ഒരു ചിന്ത, അറിവല്ല, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ, എൻ്റെ ഒരു ചിന്ത ശരിയാണെങ്കിൽ ഒരു 12,000 പേരെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, കൃത്യമായിട്ട് പറയാൻ എനിക്കറിയില്ല, കൂടുതലോ കുറവാവട്ടെ. പോകുന്ന ഒരാളെ കുറിച്ച് കാണുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ടോ, ഇവൻ കർത്താവിൻ്റെ ശിഷ്യനാണ്? പറഞ്ഞിട്ടുണ്ടോ? പള്ളിയിലെ കത്തനാരായ എന്നെ കുറിച്ച് പറയുന്നുണ്ടോ? അത് പറയാൻ കഴിയട്ടെ. അതല്ലേ ഞാൻ ആ ചോദ്യം ചോദിച്ചേ, ശൗലാണോ ബർന്നബാസാണോ ഈ പറഞ്ഞത്? ശൗല് പറയും, ഞാൻ വഴി വെച്ച് കർത്താവിനെ കണ്ടു, കർത്താവിനെ സംസാരിച്ചു, ഞാൻ കുർബാന ചൊല്ലുന്ന അച്ഛനാണ്, ഞാൻ കൊമ്പത്തെ അച്ഛനാണ്. നല്ല കുഴപ്പമില്ല. അച്ഛനെ കുറിച്ച് വേറെ വല്ലരും ഇതുപോലെ പറയുന്നുണ്ടോ? പ്രദക്ഷിണം ഇറങ്ങിപ്പോകുമ്പം നമ്മുടെ ബാൻഡിന്റെയും നമ്മുടെ ചെണ്ടയുടെയും ശബ്ദം കേട്ടിട്ട് അങ്ങ് അടൂര് കള്ളു കുടിച്ചവൻ വരെ വണ്ടി വിളിച്ച് ഇവിടെ വന്നിട്ട് എന്തോ ചെയ്യും? തുള്ളും. എന്തൊരാളായിരുന്നു, എന്തൊരു കൊഴുപ്പായിരുന്നു അല്ലേ? പോകുന്ന ഒരാൾ മെഴുകുതിരിയും കത്തിച്ച് പിടിക്കുമ്പോൾ ചോദിക്കുന്നുണ്ടോ, സഹോദര ആകെ തൊലഞ്ഞു നിൽക്കുക, ജീവിതം ഇന്നും ശരിയായിട്ടില്ല, ഒന്ന് പറഞ്ഞു തരാമോ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അതാണ് സഭാപിതാക്കന്മാർ ഇത് എടുത്തുകൊണ്ടുപോയെ. എന്താ? പരിശുദ്ധമാവുന്ന സ്ലീബ എവൻഗേലിയോൻ സഹിതം എടുത്തുകൊണ്ടുപോയി ലോകത്തെ മുഴുവൻ കാണിച്ചു. ഈ കഴിഞ്ഞ വർഷക്കാലം ദൈവം ചെയ്ത കൃപകളെ ധ്യാനിച്ചുകൊണ്ട് ലോകം മുഴുവൻ ചുറ്റിയപ്പം രാജാക്കന്മാര് പറഞ്ഞു, നിങ്ങളുടെ ചെയ്തതാണ് ശരി, നിങ്ങളാണ് ശരി, നിങ്ങളൊരു കാര്യം ചെയ്തോ, എന്റെ രാജകീയ വിളംബരം എങ്ങനെയാണോ അറിയിക്കുന്നത് അതേ പ്രൗഢിയിൽ നിങ്ങളുടെ വിളംബരവും ഇറക്കിക്കോ. അതിന് നിങ്ങൾ എന്തോ ചെയ്തോ? ചെണ്ട കൊട്ടിക്കോ, വിളംബരം അറിയിച്ചോ. ആ ബോധ്യം അവർക്കുണ്ടായിരുന്നു. ഇന്ന് നമ്മളായപ്പോഴോ പോട്ടെ. ശൗല് അവിടെ പറഞ്ഞ, ബർന്നബാസ് അവനെ കുറിച്ച് പറഞ്ഞ 3 വാചകങ്ങൾ. ഒന്ന് അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടു. 2 അവൻ കർത്താവിനോട് സംസാരിച്ചു. 3 ദമസ്കോസിൽ അവൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. ഈ 3 കാര്യങ്ങളൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അനുപസംഹരിക്കാം. 1, വഴിയിൽ വെച്ച് കർത്താവിനെ കാണണം. വഴിയിൽ വെച്ച് കർത്താവിനെ കാണണം, യാതൊരു സംശയമില്ല. സങ്കീർത്തനം 22-ന്റെ 2-ാം സങ്കീർത്തനം 12-ാം വാക്യം ഒന്ന് വായിക്കാമോ? അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്തനച്ചു. കർത്താവിനെ കാണണമെന്നേ. കർത്താവിനെ കാണുക എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അർത്ഥതലമാണത്. അതിനാണ് പിതാക്കന്മാർ പഠിപ്പിച്ചു നല്ലപോലെ. അവനെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണുന്നു. പ്രായം എത്രയോ അത്രയും കാലമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അർത്ഥത്തിലൊരല്പം കൂടി ഒന്ന് വിശദീകരിക്കാൻ കഴിയുമോ? 1-2 പേരെ നമുക്ക് നോക്കാം. 1 ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിച്ചേ. 19-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം.
യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ആഗ്രഹിച്ചു. ആരാന്നറിയാവോ? ഉയരം കുറഞ്ഞവനായ സക്കായി. അവന് കാണാൻ തടസ്സം എന്തായിരുന്നു? അവന്റെ ഉയരം കുറവായിരുന്നു. അവന്റെ ഉയരം കുറവെന്നാ നമ്മളൊക്കെ വിചാരിച്ചത്. രണ്ടാം വാക്യം ഒന്ന് വായിച്ചേ. അതിന് മുമ്പത്തെ വാക്യം, രണ്ടാമത്തെ വാക്യം വായിക്കും. വളർച്ചയെ കുറിയവനായതുകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. രണ്ടിലേതാ യഥാർത്ഥ കാരണം? ഉയരം കുറഞ്ഞതാണോ പ്രശ്നം? പുരുഷാരമാണോ പ്രശ്നം? പുരുഷാരമാ. എന്താ കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ കുഞ്ഞിന് 2 വയസ്സ് 3 വയസ്സുള്ളപ്പം ഞങ്ങൾ പള്ളിയിൽ മദ്ബഹായിൽ കുർബാന ചൊല്ലുന്നത് അവൻ്റെ അമ്മയോ എൻ്റെ മാതാപിതാക്കളോ അവനെ കാണിച്ചിട്ടുണ്ട്. അവൻ ഉയരം കുറഞ്ഞവനായിട്ട് അവൻ കാണാതിരിക്കരുതെന്ന് പറഞ്ഞിട്ട് എന്തോ ചെയ്തു? അവനെ എടുത്തു കാണിച്ചു. ഇല്ലെങ്കിൽ നടുക്കോട്ട് മാറ്റിയെടുത്ത് പറയും, നോക്കാൻ പറയും. ഇല്ലെങ്കിൽ മുമ്പിൽ നിൽക്കുന്നവരോട് പറയും, ഒന്ന് മാറിക്കൊടുക്കാമോ, കുഞ്ഞൊന്ന് കണ്ടോട്ടെ എന്ന് പറയും. ഇതിനെല്ലാം തടസ്സമായി നിൽക്കുന്ന ആരാ? പുരുഷാരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏതായി പുരുഷാരം? യേശു നിൽക്കുന്നു, യേശുവിന്റെ ചുറ്റും നിൽക്കുന്ന ആളുകളാണ് പുരുഷാരം എന്ന് പറഞ്ഞേ. അവരെന്താ വിശ്വാസികൾ എന്ന് വിളിക്കാത്തേ? വിശ്വാസികൾ എന്നല്ലേ പറയണ്ടേ? യേശുവിനെ കാണാൻ വന്നിരിക്കുന്നവരെന്തോ വിളിക്കണ്ടേ? വിശ്വാസികൾ എന്നല്ലേ വിളിക്കണ്ടേ? എന്തിനാണ് ജനം അല്ലെങ്കിൽ പുരുഷാരം എന്ന് വിളിക്കുന്നത്? നിങ്ങൾ വേദം വായിച്ചു നോക്കിയേ. വേദത്തിലെ കൂടുതൽ വാക്യം എഴുതിയിരിക്കുന്നത് ജനം അല്ലെ പുരുഷാരം എന്നാ. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയേക്കുന്നേ? ഈ ആളുകളെ കാണുമ്പോൾ എല്ലാം കൂടെ അങ്ങ് പൊങ്ങിയിട്ട് വിശ്വാസികളാന്ന് വിചാരിക്കല്ലേ. ഈ 3000 പേരെ കാണുമ്പോൾ റാസരം കാണും, മുഴുവൻ വിശ്വാസികളാച്ചാ. ഒന്നും വിശ്വാസികളല്ലെന്നേ, പുരുഷാരമാ. വെറും പുരുഷാരം. അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഒപ്പിച്ചോണ്ട് പോകണം, അതിനു വേണ്ടി വന്ന് നിൽക്കുന്നു. യഥാർത്ഥമായിട്ട് ദൈവത്തെ കാണണമെന്ന് ആഗ്രഹം ഉള്ളവനെ തടയുകയും ചെയ്യും. ഞാനീ പറഞ്ഞെല്ലാം തെറ്റാണ്, നിങ്ങൾ തിരുത്തിക്കൂ. ഇനി ഒരിടത്ത് പോയി ഇതുപോലെ പറയരുത്. അതിനു വേണ്ടിയാ. യഥാർത്ഥമായി ദൈവത്തെ കാണണമെന്ന് ആഗ്രഹമുള്ളവനെ തടയാൻ വേണ്ടി കുറെ പുരുഷാരുണ്ടാവും. പ്രതിസന്ധി അവിടെയല്ല. മറ്റുള്ളവർ നോക്കുമ്പോൾ കാണുന്ന ഇതാണ് വിശ്വാസി എന്നാ വിചാരിക്കണേ. അവിടെ എൻ്റെ വിഷമം. ഞാൻ ഈ ഔദ്യോഗികമായി സ്കൂളിലെ പല മീറ്റിങ്ങുകളിലൊക്കെ പലയിടത്ത് പോകേണ്ടി വരുമ്പം സഹ അധ്യാപകർ പറയുന്നത് കേൾക്കുമ്പം, അച്ഛാ അതങ്ങനെയായിരുന്നു, ഇത് ഇങ്ങനെയായിരുന്നു പറയുമ്പോൾ, എൻ്റെ പൊന്നോ ഇതൊന്നും അല്ല ഞങ്ങള് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഗതികേട് വരുന്നുണ്ട്. ശരി, സക്കായിക്ക് ഒരു ആഗ്രഹമുള്ളായിരുന്നു, യേശു എങ്ങനെയുള്ളവനെന്ന് കാണണം. ഐ വോണ്ട് ടു സീ ജീസസ് വെദർ ഹി ഈസ് ലൈക്ക് ദാറ്റ് ഓർ നോട്ട്. ഐ ഹേർഡ് മെനി തിങ്സ് അബൌട്ട് ഗോഡ്. ദൈവത്തെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. നല്ല നീളമുള്ള വ്യക്തി, നീളമുള്ള തലമുടിയുള്ള വ്യക്തി, യഹൂദനായ വ്യക്തി, സുന്ദരനായ വ്യക്തി, ഒരുപാട് ഉപദേശിക്കുന്ന വ്യക്തി, ഒരുപാട് വിശ്വാസികൾ പുറകെ നടക്കുന്ന വ്യക്തി. ഇങ്ങനെയൊക്കെ ആണോ എന്നൊന്ന് കണ്ടാൽ മതി. ഇപ്രാവശ്യം 3 കട്ടൗട്ട് പുതിയത് വെച്ചിട്ടുണ്ട്. ഒന്ന് മാതാവിന്റെ, ഒന്ന് ഗീവറീസയുടെ, ഒന്ന് പരിമല തിരുമേനിയുടെ. ഇതൊക്കെ അങ്ങനെയൊക്കെ ആണോന്നൊന്ന് കണ്ടാൽ മതി. ഇത് കത്തുന്ന സമയം വൈകിട്ട് 6 മണിയാണ്. അതുകൊണ്ട് ആ സമയത്തൊന്ന് വരിക പോവുക അല്ലേ. പക്ഷെ കാണാൻ ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കണ്ടു. അവൻ കണ്ടതിന് ശേഷം യേശു അവനോട് പറഞ്ഞല്ല, അവസാനത്തെ മറുപടിയിലേക്ക് വരാം. ഇവനും അബ്രഹാമിന്റെ സന്തതിയാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് ചുറ്റുവട്ടം നിൽക്കുന്ന ഒരു പുരുഷാരത്തെ നോക്കണ്ട, ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് ചോദിക്ക്, എനിക്ക് യേശുവിനെ കാണണോ? എനിക്ക് യേശുവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? എനിക്ക് കാണാൻ പറ്റും, കാണിച്ചിരിക്കും കർത്താവ്, കാണിച്ചിരിക്കും. ഒരുപക്ഷെ വൈദികനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, 10-14 വർഷമായി കഴിഞ്ഞിട്ടും ഈ 15ാമത്തെ വർഷമായിരിക്കും ഒരുപക്ഷെ ഈ 4 മാസം മുമ്പ് ഈ ചോദ്യം എന്നോട് ദൈവം ചോദിക്കുന്നേ. നല്ല പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. കാണാൻ മനസ്സിലൊരാഗ്രഹം വരട്ടെ. ഇവനും അബ്രഹാമിന്റെ സന്തതിയാകിയാൽ ഇന്ന് ഈ ഭവനത്തിന്, ഇന്ന് ഇവനല്ല രക്ഷയുണ്ടായത്, ഇവന്റെ കുടുംബത്തിന് തുടങ്ങട്ടെ. നമ്മൾ മുഖാന്തരം നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിനെ കാണാൻ ആഗ്രഹിച്ചെങ്കിൽ യേശുവിനെ അവൻ കാണുന്നത് രക്ഷകനായിട്ടാ. ഈ അടുത്തിടയ്ക്ക് ഒരു സ്കൂളിൽ അതുമായി ബന്ധപ്പെട്ട്, കാത്തലിക്സിന്റെ ഒരു സ്കൂളിൽ അതുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിങ്ങിൽ എന്നോടൊന്ന് പ്രസംഗിക്കണമെന്ന് പറഞ്ഞപ്പം അവരെനിക്ക് തന്ന തീം ഇതായിരുന്നു. അച്ഛാ, ഇവിടുത്തെ കുഞ്ഞുങ്ങൾ, നമ്മുടെ നസ്രാണി കുഞ്ഞുങ്ങൾക്ക് ഈ മിക്സഡ് കമ്മ്യൂണിറ്റി ആയപ്പോഴത്തേക്ക് അതും ശരിയാണ് ഇതും ശരിയാണ്,
ഞങ്ങൾ ഇതിലും വിശ്വസിക്കുന്നുണ്ട്, അതിലും വിശ്വസിക്കുന്നുണ്ട്. ഈ നമ്മുടെ നാട്ടിൽ അത്രയും വന്നിട്ടില്ല. ജിജിയച്ഛനൊക്കെ അഭിമുഖീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ അടുക്കലൊന്ന് വന്നായിരുന്നു. അച്ഛാ, ഞങ്ങളെ രാവിലെ പള്ളി വന്ന് കല്യാണം കഴിക്കാം. ഏതാ അച്ഛൻ പറയുന്ന ഇല്ലേ, എന്താണ്ടൊക്കെ സാധനമുണ്ടല്ലോ, കുശു കുശു എന്നൊക്കെ പറയുന്ന ഒരു സുറിയാനിയൊക്കെ, അത് കേൾക്കാൻ നല്ല രസം. അതുകൊണ്ട് ആ ഐറ്റം വെച്ചിട്ടൊരു കല്യാണം കഴിക്കാം. ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി ഒരു കല്യാണോടെ കുഴപ്പമുണ്ടോ? കാരണം അവള് അവിടുന്ന്, അപ്പൊ അവളുടെ വീട്ടുകാരെ സംതൃപ്തിപ്പെടുത്താൻ ഞങ്ങൾ അവിടെയും കൂടെ പോയി. എൻ്റെ പൊന്നു മോനെ, നീ അങ്ങോട്ട് പോയി നടത്തിക്കോ, നീ അങ്ങോട്ട് പോയി നടത്തിക്കോ. ഇവിടെ യാതൊരു പരാതിയില്ല, ഇവിടെ യാതൊരു വിഷമവും ഇല്ല. നീ അവിടെ പോയി നടത്ത. ഇവിടെ നീ നിൽക്കുന്നുവെങ്കിൽ നിന്റെ രക്ഷകനായിരിക്കും നിന്റെ ക്രിസ്തു. അവനെ അങ്ങനെ കാണാൻ കഴിയുന്നെങ്കിൽ നീ ഇവിടെ നിൽക്ക്. ഇല്ല, നീ പൊക്കോ, ഒരു പരാതിയില്ല, ഒരു വിഷമവും ഇല്ല. നിന്റെ പുറകെ വന്ന് നിന്നെ തല്ലിപ്പിടിക്കാനും നിന്റെ പല്ലടിച്ചു ഒഴിക്കാനും ഞങ്ങളില്ല. നീ വിശ്വാസത്തിൽ ജീവിക്കുന്നവനാന്ന് കണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിൽ പറഞ്ഞേക്കുന്ന പോലെ, നിന്റെ ഭാര്യ, അവിശ്വാസിയായ ഭാര്യ വിശ്വാസിയായ ഭർത്താവ് മുഖാന്തരം വിശ്വാസത്തിൽ വരട്ടെ. അതെങ്ങനെയാ അച്ഛാ പറ്റുന്നേ? നമ്മൾ പ്രതീക്ഷേനേക്കാളും വലിയ ആളുകൾ അവരൊക്കെ. അപ്പം നമുക്ക് അങ്ങോട്ട് പോയാലും വലിയ കുഴപ്പമൊന്നും. ഇനി അടുത്തുണ്ട്, അച്ഛനൊക്കെ അഭിമുഖീകരിച്ചിട്ടുള്ള വിഷയം പറയാം. ഇവിടെ വിവാഹ നിശ്ചയം നടത്തണം, അവിടെ പോയി ഒത്തുകല്യാണം നടത്തണം. അങ്ങനെയുണ്ടായിട്ട്, കാരണം അവരെ പ്രീതിപ്പെടുത്തണം. അതുകൊണ്ട് ഒത്തുകല്യാണം അവിടെ. എവിടെയാ നിനക്ക് തെറ്റുപറ്റുന്നേ? എവിടെയാ നിനക്ക് തെറ്റുപറ്റുന്നേ? 2, ഹെരോദാവ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. ശുദ്ധമുള്ള ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം 2-ാം വാക്യം. ക്ഷമിക്കണേ, ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം 2-ാം വാക്യം. ഹെരോദാവ് യേശുവിനെ കണ്ടിട്ട് ആണോ? അവനോട് ഇങ്ങനെ പറയുന്നുണ്ടോ? ഹെരോദാവ് യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു, അവനെക്കുറിച്ച് കേട്ടിരുന്നത് കൊണ്ട്. 8-ാമത്തെ വാക്യമാണ്. അവനെക്കുറിച്ച് കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണുവാൻ വളരെ കാലമായി ഇച്ഛിച്ചു. ഇനിയത്തെ പ്രധാനം, അവൻ വല്ല അടയാളവും ചെയ്ത് കാണുമെന്ന് നമ്മൾ പലരും പല ആളുകളെയും പള്ളിയിലോട്ട് കൊണ്ടുവരുന്നത് എങ്ങനെ ഇത് പറഞ്ഞിട്ടാ? നമ്മൾ പലരും, നമ്മളിൽ കൂടുതലും ഞാനും പലരെയും പള്ളിയിലോട്ട് കൊണ്ടുവരുന്നത് എന്തോ പറഞ്ഞിട്ടാ? എൻ്റെ കുഞ്ഞെ, നിന്റെ ഈ പ്രാരാബ്ദമൊക്കെ കാണുമ്പോൾ നല്ല വിഷമമുണ്ട് എനിക്ക്. ഒരു വഴിയേ ഉള്ളൂ, ഞങ്ങളുടെ തുമ്പം പള്ളി വന്ന് ഒരു നേർച്ച ഇട്ടിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക. ദൈവം എന്തെങ്കിലും ഒരു സാധനം ഇല്ലേ? ഈ ഹെരോദാവ് അങ്ങനല്ലേ പറഞ്ഞുള്ളൂ. അവനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, അവൻ ഒരുപാട് അത്ഭുതം ചെയ്യുന്നവനാന്ന് കേട്ടിട്ടുണ്ട്. അവൻ്റെ അടുക്കലോട്ട് നീ ഒന്ന് വന്ന് നോക്ക്, എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ പോകത്തില്ല. ഇല്ലേ? സംശയമുണ്ടോ? അങ്ങനെയല്ലേ നമ്മളെല്ലാം വിളിച്ചു പറയുന്നേ? അവന് താഴോട്ടൊന്ന് വായിച്ചേ, തൊട്ടടുത്ത വരി. യേശുവോ അവനോട് ഉത്തരം പോലും പറഞ്ഞില്ല. ഇവിടെ എന്താ പ്രശ്നം എന്നറിയാമോ? ഹെരോദാവ് വലിയ കാര്യത്തെ അത്ഭുതം കാണും. യേശുവിന് അത്ഭുതം ചെയ്യാൻ കഴിവുള്ളവനാണോ? ആണ്. ഹെരോദാവ് എന്തോ കാണാൻ വേണ്ടി നിൽക്കുകയാണ്, അത്ഭുതം കാണാൻ വേണ്ടി നിൽക്കുകയാണ്. യേശു എന്തോ ചെയ്തു? ഒരു ഉത്തരം പോലും പറഞ്ഞു. നിങ്ങൾ വലിയ കാര്യത്തെ വിളിച്ചോണ്ട് വരും. അവൻ ഇവിടെ വന്ന് അവൻ്റെ കയ്യിലെ നേർച്ച എല്ലാം കൂടെ ഇവിടെ ഇടും. അവൻ ഇറങ്ങിപ്പോയിട്ട് അവൻ്റെ കാര്യമൊന്നും അവൻ 4 പേരുടെ പറയും, തുമ്പം പള്ളി, ഉണക്കപ്പള്ളി, മേല വിളിച്ചോണ്ട് പോയേക്കരുത്. സത്യമാണോ? അത് അവന് മാത്രമല്ല കേട്ടോ, നമുക്കും ബാധക. നിങ്ങൾ എന്നൊരു പക്ഷെ 10-350 പേര് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, വെളിയിൽ എത്രയോ പേരുണ്ട്, അതുകൊണ്ട് കസേര എടുത്തോണ്ട് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വന്നിരിക്കുന്നത് ഇമാതിരി അടയാളമോ അത്ഭുതമോ കാണാനാണ് എങ്കിൽ നിങ്ങൾ ഇത് തന്നെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകും. അത് യേശുവിന് അത്ഭുതം ചെയ്യാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല. നിങ്ങൾ വെറും മൈറ്റി വർക്കർ എന്നുള്ള ആ കൺസെപ്റ്റിൽ മാത്രം നിൽക്കുക. മിറക്കിൾ വർക്കർ, മൈറ്റി വർക്കർ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ മാത്രമാണ് യേശുവിനെ കാണുന്നത്. ആ സമയത്ത് യേശു മിണ്ടാതെ നിന്നു എന്നാ പറയണത്. യേശുവിന് അത്ഭുതം ചെയ്യാൻ കഴിയാത്തതൊന്നുമല്ല. നമ്മൾ പലപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കിയേ,
ഈ ആളുകൾ മുഴുവൻ ഈ നടക്കുന്ന എങ്ങനെ, ഞങ്ങളുടെ അടൂരിനടുത്ത് കിഴക്കോട്ട് ഒരു 9 കിലോമീറ്റർ പോകണം. അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പ്രത്യേകിച്ച് അടുപ്പിച്ച് 7 ആഴ്ച 9 ആഴ്ച കണ്ട് പോകണം. അപ്പൊ കർത്താവ് പേപ്പർ എടുത്തിട്ട് റിഞ്ചു പി കോശിയച്ചൻ 1 വന്നു കേട്ടോ, അടുത്ത വ്യാഴാഴ്ച ആകുമ്പോൾ വീണ്ടും 2 വന്നു കേട്ടോ, 3 വന്നു കേട്ടോ, 6 പ്രാവശ്യം വന്നു. 7ാമത്തെ ആഴ്ച വന്നില്ല. ഇവന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കുന്നില്ല, പണ്ടാരടക്കാൻ. അവൻ 7ാമത്തെ ദിവസം എന്തോ ചെയ്തില്ല. എന്നാ മണ്ടത്തരമാണെന്നേ. നമ്മൾ ആരെയാ ഇതൊക്കെ പഠിപ്പിക്കണേ? നമ്മൾ ഒരു പ്രാവശ്യം പോയാലും ദൈവത്തിന് നമ്മുടെ ഹൃദയം മനസ്സിലാവും. ഇനിയും അവിടെ സാധിച്ചില്ലെങ്കിൽ ഞങ്ങൾ നേരെ പടിഞ്ഞാറോട്ട് പോകും. കായംകുളത്ത് ഇറങ്ങിയിട്ട് കായംകുളത്തുനിന്ന് വലത്തോട്ട് ഏകദേശം ഒരു 40-42 കിലോമീറ്റർ പോകും. ആസനമുള്ള എൻ്റെ ഐറ്റം ഉണ്ട്. അവിടെ പോയി സാധിക്കാൻ ശ്രമിക്കും. ഇനി അതും അല്ലെങ്കിൽ അവിടെ നിന്ന് വലത്തോട്ട് കയറിയ ഒരു 17 കിലോമീറ്റർ ചെല്ലുന്നിടത്ത് നൂല് കെട്ടുന്നൊരു സ്ഥലമുണ്ട്. ഇവിടെ എല്ലാം പോയി. ഞാൻ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ഇതാരെങ്കിലും കട്ട് ചെയ്തിടുകയോ ഒക്കെ ചെയ്ത് എനിക്കറിയത്തില്ല. ഇവിടെ എല്ലാം പോയി യേശു ചെയ്യുന്ന എന്തോ കാണാണ്ടിരിക്കുക, അടയാളം കാണാണ്ടിരിക്കുക. എപ്പോഴെങ്കിലും ചെന്നിട്ടേ സ്വന്തം മാതാപിതാക്കളോട് ഒന്ന് ചോദിക്കണം, ഇയാൾ എനിക്ക് എന്നാ പിണ്ണാക്കാ ചെയ്തതെന്ന്, ഇയാൾ എനിക്ക് എന്നെ പിണ്ണാക്കാ ചെയ്തതെന്ന്. ആ അപ്പം പറയും, ഞാൻ നിനക്ക് എന്തൊക്കെ നീ ചോദിക്കാതെ ചെയ്തു തന്നിട്ടുണ്ടെന്ന്. ചുമ്മാ ഇവിടെ വന്നിരുന്നൊന്ന് ചോദിക്ക, എൻ്റെ കർത്താവേ നീ എനിക്ക് എന്തെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. 103 വീട് പണിത് കൊടുത്തപ്പം വീട് പണിത് കൊടുത്തു ഞാനും, വീട് പണിത് കൊടുത്ത അച്ഛനും നാട്ടുകാരും പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ വിളിച്ചു പറയുന്നുണ്ട്. വലിയ 2 എരുത്തിലിന്റെ അപ്പുറത്തുള്ള വാടാമുറിയിൽ കഞ്ഞി വെച്ച് കുടിച്ചിരുന്ന ആ വ്യക്തിയെ ഞാനെങ്കിലും ഒന്ന് തിരിച്ചറിയണം. വലിയ 2 എരുത്തിലിന്റെ അങ്ങേ മുറിയിൽ വാടാവിൽ കഞ്ഞി വെച്ച ഒരാളിനെ ഞാനെങ്കിലും തിരിച്ചറിയണം. എന്നിട്ട് ചോദിക്കണം, എനിക്ക് എന്തെങ്കിലും അത്ഭുതം വേണോ വേണ്ടായെന്ന്. ഇന്ന് നമ്മളെല്ലാം നൂലെ കെട്ടി ഇറങ്ങിയ കോടീശ്വരന്മാരാ, ഒരു തർക്കമില്ല. ഞാനും ഇപ്പോഴും വന്നത് നല്ല അത്യാവശ്യം ഒരു നല്ല വണ്ടിയിലൊക്കെയാ. ഒരു 30 വർഷം മുമ്പത്തെ ചരിത്രം ഒന്ന് എടുത്തേ. സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഈ വിരൽ നോക്കാൻ കഴിവുണ്ടായിരുന്നു. ഇപ്പൊ അത്രയും കഴിവില്ല. ഓരോ വിരലിങ്ങനെ നോക്കാൻ കഴിവുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ഈ ഗിൽട്ട് പേപ്പറിലുള്ള മാക്കിൻടോഷ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ചോക്ലേറ്റിന്റെ പണ്ടത്തെ വേർഷനാണ്. ഗിൽട്ട് പേപ്പറിലുള്ള ചോക്ലേറ്റ് ഉണ്ട്. ഇത് ആരെങ്കിലും ഗൾഫിൽ നിന്ന് ഒരെണ്ണം കൊണ്ടുതരും. അപ്പൊ ഇതിങ്ങനെ കൈ മടക്കി വെക്കും. എന്നിട്ട് സ്കൂളിൽ ചെന്ന് കൂട്ടുകാരെ വിരൽ വെക്കുകയാണെങ്കിൽ, ഇന്ന് കണ്ടോ ഗോൾഡൻ കളറുള്ള മുട്ടായി തരത്തില്ല, കണ്ടോ മഞ്ഞ നിറത്തിലുള്ള മുട്ടായി തരത്തില്ല. ധൈര്യമുണ്ടോ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു അമ്മയ്ക്കോ മകനോ അമ്മയ്ക്കോ വല്യമ്മയ്ക്കോ മുട്ടായി തരാം, ഇന്ന മുട്ടായി തരാം, മക്കൾ പഠിക്കാമോ എന്ന് ചോദിക്കാൻ ധൈര്യമുണ്ടോ? എൻ്റെ പൊന്നമ്മ അതെടുത്ത് ഞങ്ങൾ ഈ പുതിയ സാധനമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും, ഇതൊന്നും ഞങ്ങൾക്ക്. എന്നിട്ടും പറയുക ഞങ്ങൾ കിഴക്കോട്ട് 14 കിലോമീറ്ററും വടക്കോട്ട് 32 കിലോമീറ്ററും ഓടുക. എന്തിനു വേണ്ടിയാ? അടയാളം കാണാൻ വേണ്ടി. ഇത്രയും തമ്പുരാൻ ചെയ്തൊന്നും അടയാളമല്ല. ഇത്രയും തമ്പുരാൻ ചെയ്ത അടയാളമല്ല. ഈ കഴിഞ്ഞ 2 മാസം മുമ്പ്, കഴിഞ്ഞ അങ്ങേ ഞായറാഴ്ച 40, കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരച്ചായൻ മരിച്ചു. ഞാൻ എൻ്റെ മാക്കുളം ഹെർമോൻ ഓർത്തഡോക്സ് എന്നപ്പം, സാധാരണ ഞാൻ സെന്റിമെന്റലാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ ആളുകളോടൊക്കെ അടുത്തിടപെടാൻ ശ്രമിക്കുന്നത്. ദേഷ്യവും ഉണ്ടെന്നല്ല അതേ സമയത്ത് തന്നെ. ഒരു വീട്ടിൽ ചെന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് വല്ലവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് വെളിയിൽ നിന്ന് കരഞ്ഞുപോയി. വല്ലവരുടെയും വീടാന്നേ, പള്ളിക്കാരനാ, അതൊക്കെ നമുക്കെന്തുവാ, നമ്മളവിടെ ചെന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോയി. പക്ഷെ വെളിയിൽ ഇറങ്ങി നിന്ന് കരഞ്ഞുപോയി. കാരണം 2 ട്യൂബ് വെച്ചേക്കുക. 65 വയസ്സ് കഷ്ടിച്ചുള്ള അച്ഛന് 2 ട്യൂബ് വെച്ചേക്കുക. ഒന്ന് മൂക്കിലോട്ട് അതിശക്തമായിട്ട് ഓക്സിജൻ തള്ളിക്കയറ്റാൻ തങ്കച്ചാൻ. 2 മൂക്ക് വായുവിടെ ചേർത്തൊരു സാധനം വെച്ചേക്കുക അതിശക്തമായിട്ട് ലങ്സിൽ നിന്ന് ഓക്സിജൻ വലിച്ചെടുക്കാൻ. ഇത് കേൾക്കുന്നുണ്ടല്ലോ, തെളിവ് സഹിതമാണല്ലോ പറഞ്ഞത്, കള്ളല്ലല്ലോ, സിനിമാ കഥയല്ലല്ലോ. വെച്ചിട്ടുണ്ടോ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ആ സാധനം? ഇവിടെ ഉണ്ടോ ഇങ്ങനെ മൂക്കിലോട്ട് അതിശക്തമായ ഓക്സിജൻ തള്ളിക്കയറ്റാനും എന്നിട്ട് വായിക്കകത്തുനിന്ന്
കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് കളയാനുള്ള മെഷീൻസ് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും വെച്ചിട്ടുണ്ടോ? ആ സാധനം എപ്പോഴേലും നിലച്ചാൽ അച്ചായന്റെ പ്രവർത്തനം അവിടെ നിൽക്കുക. അതിനെന്താണ്? ഇൻവെർട്ടർ ചേർത്ത് വെച്ചേക്കുക, ഓക്സിജൻ സിലിണ്ടർ, സപ്പോർട്ടിംഗ് സിലിണ്ടർ വെച്ചേക്കുക. കാരണം ഇത് തീർന്നാൽ അച്ചായൻ ഒരു 15 സെക്കൻഡ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ്, അത് കഴിയുമ്പോൾ സപ്പോർട്ടിംഗ് ഓക്സിജൻ വീണ്ടും കയറ്റി വെക്കണം. വീണ്ടും ചോദിക്കുക, അച്ഛാ ഞങ്ങൾ ഇല്ല പള്ളി പോട്ടെ അടയാളം കാണാൻ, ഈ പള്ളി പോട്ടെ അത്ഭുതം കാണാൻ അല്ലേ? ഇത് രസമെന്നല്ലേ ചോദിക്കുക. ഇവിടെ കിട്ടാത്ത എന്നെ അത്ഭുതം ഇവിടെ ഉള്ളേ, ഇവിടെ കിട്ടാത്ത. ഇപ്പൊ പുതിയൊരായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഇപ്പോഴല്ല, ഇപ്പോഴൊന്നും ഒരു 10-20 വർഷമായിട്ടുള്ള ട്രെൻഡാ. പെങ്കൊച്ച് ഗർഭിണി ആവുമോ ആകാതിരിക്കുകയോ ചെയ്യട്ടെ, ഉടനടി ഞങ്ങൾ ഇന്ന പള്ളിയിൽ കൊണ്ടുപോയി മാമൂസ മുക്കിയേക്കാം. അതിന് അവിടെ എന്താണ്ട് പ്രത്യേക സാധനം ഇരിപ്പുണ്ടോ? അവിടുത്തെ മാമൂസ തൊട്ടിക്ക് അതൊരു യോർദാൻ നദിയിലെ വെള്ളം നേരിട്ട് വരുവാണോ? ഇവിടുത്തെ വെള്ളത്തിനകത്തുള്ള ചൂടുവെള്ളവും പച്ചവെള്ളവും പരിശുദ്ധ മൂറോനും അവിടെ ഒഴിക്കുന്നേ. അത് ഏത് പള്ളി എന്നുള്ളതല്ല, മലങ്കര സഭയിലെ ഏത് പള്ളി എന്നുള്ളതല്ല, ഒരു പള്ളിയിൽ അവിടെ പ്രത്യേകമില്ല. പിന്നെ അവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഇവിടെ നിങ്ങളുടെ കൊച്ചിനെ മാമൂസ മുക്കുമ്പം അവിടെ 45 കൊച്ചിനെ മാമൂസ മുക്കുന്നുണ്ട് ഒരേ സമയത്ത്. അതിൻ്റെ കുറെ പുണ്യങ്ങളുണ്ട്. മാമൂസ മുങ്ങുന്ന ഇന്നാരി ഞാൻ, ബാക്കി എല്ലാവരും ചേർന്ന് പറയുന്നു മാമൂസ മുങ്ങുന്ന ഇന്നാരി ഞാൻ. കാരണം 45 കൊച്ചുങ്ങളുടെ പേര് പറയാൻ കാർമിയന് പറ്റുമോ? ഇപ്പൊ കാർമിയൻ പറയും നിങ്ങളുടെ കൊച്ചുങ്ങളുടെ പേര് നിങ്ങൾ പറഞ്ഞോണം അല്ലേ? അച്ഛൻ ഇവിടെ ഒന്ന് പറയുകയാണ് മാമൂസ. ഞാൻ നേരിട്ട് ചിരിച്ച സന്ദർഭമുണ്ട്. ഞാനിവിടെ ഒന്ന് പറഞ്ഞു കൊടുത്തു മാമൂസ മൂന്ന് യോഹന്നാൻ ഞാനെന്ന് പറഞ്ഞു കൊടുത്തു. തലത്തൊട്ടപ്പം വിളിച്ചു പറഞ്ഞു മാമൂസ മൂന്ന് യോഹന്നാൻ നീന്ന്. ഞാൻ ചിരിച്ചു പോയി, സത്യമായിട്ട് ഞാൻ ചിരിച്ചു പോയി. ഞാനവിടെ വലിയ കാര്യം പറഞ്ഞു മാമൂസ മൂന്ന് യോഹന്നാൻ ഞാൻ. അച്ഛൻ വലിയ ഭക്തിയോട് പറഞ്ഞു മാമൂസ മൂന്ന് യോഹന്നാൻ നീ. അന്നേരമാണ് 45 പിള്ളേരെ നിരത്തി നിർത്തിയിട്ട് ഒരുത്തൻ വൗവക്കാവെന്ന് കരയുന്നു, ഒരുത്തൻ അല്ലാതെ കരയുന്നു. ഇവിടെ നിന്ന് അച്ഛൻ പറയുന്നു മാമൂസ മുങ്ങുന്ന ഇന്നാര് ഞാൻ. വലിയ കാര്യമില്ലേ? നമുക്ക് പറയരുത് ഞങ്ങളുടെ കൊച്ചിനെ ഇന്നടത്താണ്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഇങ്ങനെ നടക്കുക. മിണ്ടാതെ നിൽക്കും ദൈവം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തെറ്റോ ശരിയോ എന്ന് എനിക്കറിയില്ല. ഞാൻ വിശ്വസിക്കുന്നത് വേദപുസ്തകത്തിൽ നിന്ന് മിണ്ടാതെ നിൽക്കും. ഇനിയും അടുത്തത് ശിമയോൻ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 25-ാം വാക്യം. ശിമോൻ യേശുവിനെ കണ്ടിട്ട് പറയുന്നൊരു വാചകമുണ്ട്, ഇപ്പോൾ നാഥ അടിയനെ സമാധാനത്തോടെ പറഞ്ഞയക്കണമേ, നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. പറയാൻ കഴിയട്ടെ ശാന്തം. അതുകൊണ്ടായി പിതാക്കന്മാരെ പഠിപ്പിച്ചു മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന്. ഒന്ന് കണ്ടു നോക്കിയേ. നമുക്കൊക്കെ ഞാൻ ഇച്ചിരൂടെ ബിസി എന്ന് പറഞ്ഞ് എൻ്റെ കാര്യമല്ല, രാവിലെ 6:30 ഇറങ്ങിയതാ. ഇനി ഞാൻ പറഞ്ഞു രാത്രി ചെങ്ങരൂ പള്ളിയും തിരിച്ച് വീട്ടിൽ കയറുമ്പോൾ ഞാനിങ്ങനെ ഓടുക. പലപ്പോഴും സാധ്യമാവുന്നില്ല. പിതാക്കന്മാര് വളരെ സന്തോഷമായി, നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം, തുമ്പോൺ ഭദ്രാസനത്തിന് അഭിമാനത്തോടെ പറയാം, മൈലപ്പുറ റമ്പാച്ചനെ പോലുള്ളവർ കാണിച്ചു തന്ന അതാണ്. രക്ഷകനെ കാണാൻ ശ്രമിക്കുക. അങ്ങ് മതി, ഇത്രത്തോളം കണ്ടു. ഒരു കാര്യം കൂടെ, യേശുവിനെ കാണാൻ ആഗ്രഹിച്ച ആട്ടിടയന്മാർക്ക് ദൈവം ഒരടയാളം കൊടുക്കുന്നുണ്ട്. ശുദ്ധമുള്ള ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. ആട്ടിടയന്മാർക്ക് അടയാളം കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഒന്ന് വായിക്കാം. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊഴുത്തിൽ കിടക്കുന്ന ശിശുവിനെ. ശീല ചുറ്റുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ ഇരിക്കുന്ന ആരിൽ ശീല ചുറ്റി വന്നിട്ടുണ്ടോ? ഇല്ല. കീറിയ തുണിയാണ്. നല്ല തുണി ഇല്ലാഞ്ഞിട്ട് 2 രീതിയിൽ അതിന് വ്യാഖ്യാനമുണ്ട്. പിതാക്കന്മാർ പറയുന്നത് മറിയാം തൻ്റെ വസ്ത്രത്തിൽ നിന്ന് കീറിയെടുത്തു എന്ന് പറയുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് മേ ബി, ഇറ്റ് ഈസ് നോട്ട് എ ന്യൂ ഡ്രസ്. പുതിയ വസ്ത്രങ്ങളൊന്നുമല്ല, കീറിയ തുണി. കീറിയ തുണി. 2 ശീലകൾ ചുറ്റി പശുത്തൊഴുത്തിൽ. പശു എന്ന് പറഞ്ഞാൽ പാല് കുടിക്കുന്നവരാ നമ്മളൊക്കെ. രാവിലെ വൈകിട്ട് ഉച്ചയ്ക്ക്. പശു ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല, അത് അല്ലേ? പശു വേണ്ട, പാല് വേണം. അപ്പൊ വേണ്ടാത്ത സാധനം പശു. ശിശു എന്ന് പറഞ്ഞാലോ ആരുടെയെങ്കിലും സഹായം കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത. ആ 3 വിഭാഗത്തിന്റെ പ്രതീകമായ ഒരുത്തൻ അവിടെ കിടപ്പുണ്ട്. അവനെ നിനക്ക് കാണാൻ പറ്റുമോ? അതാ ചോദ്യം. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദാരിദ്ര്യത്തിൽ കിടക്കുന്ന, എല്ലാവരും അവഗണിച്ച് കളഞ്ഞ, ഇവനെ കൊള്ളത്തിലെ വൃത്തിയായിട്ടവനെ എടുത്ത് കള, നമ്മുടെ കുടുംബത്തിലാന്ന് ആരോടും പറയല്ലേ എന്നൊക്കെ പറയുന്ന, ആരുടെയെങ്കിലും സഹായം കൂടാതെ ഒന്ന് എഴുന്നേക്കാൻ പോലും കഴിയാത്ത കുറെ ആളുകളുടെ പ്രതീകമായി ഒരുത്തൻ അവിടെ കിടപ്പുണ്ട്. അവനെ നിങ്ങൾ പോയി കാണുക.
പറ്റുമോ? ഇവിടെ അടുത്ത് ഒരു സ്കൂൾ കോളേജിൻ്റെ പേര് പറയാമെന്ന് വിചാരിക്കല്ലേ, മാർ ക്രിസോസ്റ്റം കോളേജ്, പറന്തൽ. ഞാനിപ്പം ക്രിസ്മസ് വിത്ത് ക്യാൻസർ പേഷ്യൻസ് പറഞ്ഞൊരു പ്രോഗ്രാം നടത്തിയായിരുന്നു. ആ പ്രോഗ്രാം നടത്തിയപ്പം എൻ്റെ ഉദ്ദേശം ഒരു 100 ക്യാൻസർ പേഷ്യൻ്റ്, കാരണം എല്ലാ മാസവും ചെറുതായിട്ട് കിട്ടുന്ന, ഞാൻ പറഞ്ഞില്ല ജിജിച്ചിനെ പോലുള്ളവർ പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ ആ കിട്ടുന്ന പൈസയും എൻ്റെ ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന ദശാംശമൊക്കെ മാറ്റി കുറച്ച് പൈസ ഇങ്ങനെ മാറ്റി വെച്ച് പറ്റുന്ന പോലെ, ഒരുപാടൊന്നുമില്ല, എൻ്റെ സ്കൂളിൽ ഒന്ന് ചോദിച്ചാൽ എല്ലാവരും വരും, കുറച്ച് പൈസ കൊടുക്കാറുണ്ട്. അത് സാക്ഷ്യമായിട്ട് പറഞ്ഞെന്നുള്ളവരല്ല, അല്ല അഹങ്കരിക്കാനോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയാൻ വേണ്ടി. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ അടുക്കൽ വരുന്നവരെല്ലാം കൂടുതൽ ഇപ്പോൾ ക്യാൻസർ പേഷ്യൻ്റ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു, ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചിട്ട് ഒരു 100 ക്യാൻസർ പേഷ്യൻസിന് മരുന്ന് കൊടുക്കുക അല്ലെങ്കിൽ കീമോയ്ക്കുള്ള പൈസ കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചൊരു പരിപാടി നടത്തി. അവസാനം അത് 305 പേർക്കായി. ആ പൈസ തരുന്ന ഇവിടെ ഇരിക്കുന്ന ആരാണ്ടൊക്കെ ഉണ്ടായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. പൈസ തരുന്ന ആരാണോ അവർക്ക് ഈ രോഗികളുടെ അക്കൗണ്ട് നമ്പർ അയച്ചു, അവർ നേരിട്ട് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അവർക്ക് അതിൻ്റെ കൂടുതൽ ഒരു കേക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അടൂരെ ഒരു ബേക്കറിക്കാർക്ക് അതിൻ്റെ ചുമതലയും കൊടുത്ത് അവരുടെ അക്കൗണ്ട് നമ്പരും കൊടുത്തായിരുന്നു. ഇത് കൂടാതെ ഞാൻ ക്രിസോസ്റ്റം കോളേജ് ചെന്നപ്പം അവരെനിക്ക് 5000 രൂപ ക്രിസ്മസ് കരോള് കഴിഞ്ഞ്, അപ്പം ഞാൻ പൈസ വാങ്ങില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് 5000 രൂപ തന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇത് ക്രിസ്മസ് വിത്ത് ക്യാൻസർ പേഷ്യൻ്റ് ഉള്ളതിൽ ക്യാൻസർ പേഷ്യൻസിന് കേക്ക് മേടിച്ച് കൊടുക്കാനാണ്. അപ്പം ക്യാൻസർ പേഷ്യൻസിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ പൈസ മേടിച്ചുകൊണ്ടോ എൻ്റെ പള്ളിയിലെ ജോഷുവ എന്ന് പറയുന്ന യുവന പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി അവിടെ ക്രിസ്മസ് കേക്കിൻ്റെ ചലഞ്ച് നടക്കുകയായിരുന്നു. അപ്പം ഞാൻ ഈ കേക്കിൻ്റെ ഈ 5000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 100 രൂപ ആയിട്ട് 5100 രൂപ അവൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, എനിക്കിതിൻ്റെ കേക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പം അവന് ക്യാരറ്റ് കേക്കാണെന്ന് പറഞ്ഞ് 34 കേക്ക് എനിക്ക് എന്നാൽ എങ്ങനെയാണെന്ന് എനിക്ക് ഇതുവരെയും കണക്ക് മനസ്സിലായില്ല. ഇനി അടുത്ത വർഷമാണ് അവൻ്റെ അടുത്ത് മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണെന്നറിയാം, 34 കേക്ക് 5100 രൂപയ്ക്ക് 34 കേക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇത് കൊണ്ടുവന്നിട്ട് നേരെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ക്യാമ്പ് നടക്കേണ്ടി ക്യാമ്പിലിരുന്ന കുഞ്ഞുങ്ങളോട് പറഞ്ഞു, എല്ലാവരും തറയിലിരിക്കാൻ പറഞ്ഞു. തറയിലിരുന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാം കണ്ണടയ്ക്കുക, നിങ്ങളുടെ ദേഹം ആരുടെയും ദേഹത്ത് തൊടരുത്, നിങ്ങൾ എഴുന്നേറ്റാലും ഇരുന്നാലും ആരും അറിയരുത്, മാറി മാറി ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നിട്ട് പറഞ്ഞു കണ്ണടയ്ക്കാൻ പറഞ്ഞു. കണ്ണടച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് കട്ടിലേ കിടക്കുന്ന ഒരു പ്രായമായ പ്ലാസ്റ്റിക് ഷീറ്റോ ഓടൊക്കെ ഇട്ടേക്കുന്ന ഒരു വീടുള്ള ഒരാളിനെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എഴുന്നേറ്റ് മുന്നോട്ട് വരാൻ പറഞ്ഞു. 1-2 പേര് എഴുന്നേറ്റ്. വളഞ്ഞു നടക്കുന്ന, കണ്ണ് കാണാൻ വയ്യാത്ത, ലോട്ടറി വിൽക്കുന്ന ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് ഓരോരുത്തരോരുത്തർ ഇങ്ങനെ വേണം. അങ്ങനെ 34 പേരായപ്പം ഞാൻ അവരോട് പറഞ്ഞു മതി എന്ന് പറഞ്ഞിട്ട് ഇനി ബാക്കി എല്ലാവരും കണ്ണ് തുറന്നോളാം. എന്നിട്ട് ഞാൻ പറഞ്ഞു, ദാണ്ട് ഞാൻ 34 കേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്, ഈ 34 പേര് ഓരോ കേക്ക് എടുത്തുകൊണ്ട് പോയി നിങ്ങൾ അവർക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു. 24-ാം തീയതി വൈകിട്ട് ഈ കേക്ക് കൊടുത്തു വിട്ടു. 25-ാം തീയതി ഈ കുട്ടികൾ വന്നിട്ട് ചുറ്റും നിൽക്കുക. എന്നുവെച്ചാൽ എന്തുവാ കാര്യം ഫാദറെ, ഒരു കാര്യം പറയാനുണ്ട് ഫാദറെ. എന്നുവെച്ചാൽ എന്താ കാര്യം, ഞങ്ങൾ കൊടുത്ത കേക്ക് മേടിച്ചവർ ആദ്യമായിട്ട് ജീവിതത്തിൽ ആരെങ്കിലും ഗിഫ്റ്റായിട്ട് ഒരു കേക്ക് കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കുന്നത്. It is the first time that they are receiving a gift cake. ആദ്യമായിട്ടാ. ആലോചിച്ച് നോക്കി, തമ്പുരാനെ ഈ 45 വർഷത്തിനിടയ്ക്ക് 450 പേർക്കെങ്കിലും ഞാൻ കേക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ 250 പേര് പോലും എൻ്റെ കേക്ക് തൊട്ട് നോക്കി കാണത്തില്ല. കാരണം ഇതിനേക്കാളും വിലയുള്ള കേക്ക് അവരുടെ കയ്യിൽ വേറെ ഇരിപ്പുണ്ട്. കൊണ്ട് കൊടുക്കുക, മറിക്കുക. ആർക്ക്? വി ഗെറ്റ് സോഷ്യലൈസേഷൻ, വി നീഡ് ഫ്രണ്ട്ഷിപ്പ്, അതിനുവേണ്ടി കൊടുക്കുക. പക്ഷെ ഇതിനേക്കാളും നല്ല കേക്ക് അവരുടെ ഇരിപ്പുണ്ട്. കൊടുക്ക്. കർത്താവിൻ്റെ 2ാമത്തെ വരവിലെ പെരുന്നാൾ ആചരിച്ചോന്നോ നോയമ്പ് നോക്കിയോന്നോ ഉപവസിച്ചോന്നോ ഒക്കെ ചോദിക്കോ ഇല്ലയോ എന്ന് എനിക്ക് കൃത്യമായി പറയാൻ കഴിയുന്നില്ല. ചോദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു തർക്കവുമില്ല. ചോദിക്കട്ടെ, ഒരു തർക്കവുമില്ല. ഞാനത് അങ്ങനെ തന്നെ വിശ്വസിക്കും. പക്ഷെ ഞാൻ വേദപുസ്തകം നോക്കിയപ്പോൾ ഒരു ചോദ്യത്തെ ഉറപ്പായിട്ട് ചോദിക്കുമെന്നുണ്ട്. അത് ശുദ്ധമുള്ള മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 40-ാം വാക്യത്തിലാണ്. ഈ ചെറിയവരിൽ ഒരുത്തന് നീ എന്തെങ്കിലും, കർത്താവേ എനിക്ക് 5 നിലയുടെ വീട് പണിത് കൊടുത്തു എന്നും പറയാൻ പറ്റത്തില്ല, സത്യമാണ്. കാരണം എനിക്ക് നീ അത്രയും തന്നിട്ടില്ല. എനിക്ക് തന്നതിൽ നിന്ന് ഞാൻ കൊടുത്തു. പറ്റുമോ? ചോദ്യം ഇതേ ഉള്ളൂ. ഈ ജനം എന്നെ പറ്റിക്കുന്നു. മലാഖി പ്രവചനത്തിനകത്ത് പറയുന്ന 3-ാം അധ്യായത്തിൽ ഈ ജനം എന്നെ പറ്റിക്കുകയാണ്. എങ്ങനെയാണ് ഞങ്ങൾ നിന്നെ പറ്റിച്ചത്? ദശാംശത്തിലും വഴിപാടിലും. അത്ര എന്താ ദശാംശത്തിലും വഴിപാടിലും പറ്റിച്ചത്? എൻ്റെ ശമ്പളത്തിന്റെ ദശാംശം ഇത്ര എന്ന് അറിഞ്ഞിട്ട് ആ ദശാംശം മാറ്റി വെക്കാതെ എൻ്റെതായ രീതിയിൽ ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയോ, എൻ്റെ അച്ഛാ ഒന്നും പറയണ്ട, എല്ലാ ദിവസവും ഇങ്ങ് വരിക, 10 രൂപ വീതം കൊടുത്താലും ഒരു മാസം ഞങ്ങൾക്കൊരു 300 രൂപയെങ്കിലും വേണം ഭിക്ഷക്കാർക്ക് കൊടുക്കാൻ. ഓട്ടോമാറ്റിക് ഗേറ്റാ, അകത്തുനിന്ന് അമ്മാമ്മ തുറക്കാതെ ഗേറ്റ് നീങ്ങത്തില്ല. എന്നാലും നമ്മൾ പറയുക, കൊടുത്തു ഞങ്ങൾ എന്തോ ചെയ്തു.
കിട്ടി മുടിഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. കിട്ടി മുടിഞ്ഞു എന്ന് ആരെങ്കിലും പറഞ്ഞോ? കർത്താവ് തന്നു തന്നെ മുടിച്ചിട്ടേക്കുക. 8ന്റെ പണി തന്നിരിക്കുക ഇപ്പൊ കർത്താവ്. 8ന്റെ പണി എന്താണെന്നറിയോ? ഞാൻ ഈ അടുത്തിടയ്ക്കാണ് ചിന്തിച്ചത്. 8ന്റെ പണി എന്ന് പറഞ്ഞ പിള്ളേർ തമാശയ്ക്ക് പറഞ്ഞ കേട്ടിട്ടുണ്ട്. പക്ഷേ 8ന്റെ പണി എന്താണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലെ വൈകുന്നേരത്തെ പണി ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായത്. വീടിൻ്റെ ഗേറ്റിന് 2 പൂട്ട്, വീടിൻ്റെ സിറ്റ് ഔട്ടിന് 1 പൂട്ട്, വീടിൻ്റെ പ്രധാന കതകിന് 3 പൂട്ട്, ഈ ഞാൻ കിടക്കുന്ന ബെഡ്റൂമിന് 2 കുറ്റി. മൊത്തം എത്ര പൂട്ടായി? 8 പണി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ വീണ എന്ന് പറയുന്നൊരു കുട്ടിയുടെ വീഡിയോ ഇട്ടു. അവൾക്ക് ഒരു പണിയില്ല. കാരണം അവൾക്ക് വീട് കഥയില്ലെന്നേ. കഥ കൊണ്ടല്ലേ ഉള്ളു പ്രശ്നം. അവളുടെ സാരി ഇങ്ങനെ ഇട്ടേക്കുന്നതിനകത്ത് എന്ത് കഥക്? 28 വയസ്സുള്ള വിധവ, 2 കുഞ്ഞുങ്ങൾ, 8ഉം 4ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങൾ. അവൾക്ക് കഥകില്ലല്ലോ, പിന്നെ എന്തെടുത്ത് പൂട്ടാനാ? അതുവഴി ഞാൻ ഈ വലിയ വണ്ടിയിലൊക്കെ പോയിട്ട് കണ്ടോടി, എനിക്ക് നല്ല കാശുള്ള വീട്ടിലെയാ ഞാനെന്ന്. നീ ഒന്ന് കണ്ടു പഠിക്ക് എന്നെ. നീ ഇങ്ങനെ കിടന്നു അല്ലേ? അതാകരു സഹോദരങ്ങളെ ക്രിസ്തുവിനെ കാണുന്നവരുടെ ഭാവം. നമുക്ക് പറ്റുന്നത് വലിയതൊന്നും വേണ്ട, ആരുടെ കയ്യിലും കൊടുക്കണ്ട, ഒരച്ഛനെയും വിശ്വസിക്കേണ്ട, ഒരു ചാരിറ്റി പ്രവർത്തനയും വിശ്വസിക്കേണ്ട, നേരിട്ട് കൊടുത്താൽ മതി. 2 പാക്കറ്റ് ചോറുമായിട്ട് ഈ പത്തനംതിട്ട ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ ഒന്ന് പോയാൽ മതി. 2 പാക്കറ്റ് ചോറുമായിട്ട് കണ്ണ് നിങ്ങളുടെ തുറക്കും തനിയെ. വേറെ ആരുടെയും കൈ കൊടുക്കണ്ട. ഒരു റിഞ്ചു അച്ഛനെ വിശ്വസിക്കേണ്ട, ഒരു റിഞ്ചു അച്ഛനെ കയ്യിലും കൊടുക്കുകയും വേണ്ട. നിങ്ങളുടെ കയ്യിലുള്ള ദശാംശം ഊണാക്കിയിട്ട് ഈ ഗവൺമെന്റ് ആശുപത്രിയുടെ ഫ്രണ്ടിൽ ഒന്ന് ചെല്ല്. നിങ്ങളവിടെ ഉണ്ടോ എന്ന് സംശയം തോന്നി. കാരണം നിങ്ങളുടെ മണ്ടയ്ക്കൂടെ ചോറ് കൂതി മേടിച്ചുകൊണ്ട് ആളുകൾ ഓടുന്നു. വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടത് വെച്ചാൽ പെട്ടെന്ന് നിർത്തിക്കൊള്ളമേ. 2ാമത് അവൻ വഴിയിൽ വെച്ച് കർത്താവിനോട് സംസാരിച്ചു. 1 പറഞ്ഞു അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടത്, 2 കർത്താവിനോട് സംസാരിച്ചത്. പെട്ടെന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ. കർത്താവിനോടുള്ള സംസാരത്തിന് പറയുന്ന പേരാണ് പ്രാർത്ഥന. കർത്താവിനുള്ള സംസാരത്തിന് പറയുന്ന പേരാണ് പ്രാർത്ഥന. സഹോദരങ്ങളെ, ഈ എഴുതപ്പെട്ട പ്രാർത്ഥനകളൊക്കെ അവിടെ നിൽക്കട്ടെ. എഴുതപ്പെട്ട പ്രാർത്ഥനകൾ, വർണ്ണനകൾ ഒക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ആത്മാർത്ഥമായി ഹൃദയത്തോട് ചേർന്ന് നിന്നിട്ട് നമുക്ക് പറയാൻ കഴിയുമോ, കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞാൻ അടുത്തു വരുന്നു. പണ്ട് തമാശക്കയിലും പറഞ്ഞിട്ടുണ്ട്, മാത്തനിതാ മലക്കുന്ന് രക്ഷിച്ചോ, ശിക്ഷിക്കണേ. പണ്ട് തമാശയ്ക്ക് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് അതുപോലുമില്ല. പ്രാർത്ഥനയുടെ ഒരു ശബ്ദം പോലും കുടുംബത്തിനകത്തില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങൾ എടുത്തോ. പരീക്ഷണാർത്ഥം പെരുന്നാളിൻ്റെ റാസ ഇറങ്ങിയിട്ട് തിരിച്ചു കയറുന്നതിന് വരെ ഒരു തവണയെങ്കിലും മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുന്നുണ്ടോ എന്നൊന്ന് ചുമ്മാ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. പിന്നെ എന്താ നമ്മൾ നടത്തുന്ന ഈ പ്രാർത്ഥനകൾ? പിന്നെ എന്താ നമ്മൾ നടത്തുന്ന വഴിപാടുകൾ? പിന്നെ എന്താ നമ്മൾ ഈ ചൊല്ലുന്നത്? ഞാൻ ഈ ബാലസമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പദവി എനിക്കുണ്ടായിരുന്നു. ആ പദവിയിലിരുന്ന സമയത്ത് ഭദ്രാസനങ്ങളിലൊക്കെ പോയി ക്ലാസ് എടുക്കാനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അവിടെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ സോ കോൾഡ് പ്രാർത്ഥനകളൊക്കെ അവിടെ നിൽക്കട്ടെ, എഴുതി വെച്ച എല്ലാ പ്രാർത്ഥനയും അവിടെ നിൽക്കട്ടെ. ഒരു ചോദ്യം പറയാൻ പറ്റുമോ കർത്താവിനോട്? യേശുപ്പച്ച, ഞാൻ പരീക്ഷയ്ക്ക് പോവാം, എനിക്ക് പരീക്ഷയ്ക്ക് നല്ലപോലെ എഴുതാനുള്ള ശക്തി തരണം. ഇത്രയും പറയാൻ കഴിയുമോ? യേശുപ്പച്ച, ഞാൻ ഉറങ്ങാൻ പോവാം, എനിക്ക് നല്ലപോലെ ഉറങ്ങാൻ പറ്റണം. ഇത്രയും പറയാൻ പറ്റുമോ? സർവശക്തനും മഹാകാരുണ്യവാനും സർവത്തിനുപരിയായ സ്ഥിതി, ഇതൊക്കെ അങ്ങ് പോട്ടെന്നേ. വളരെ സിമ്പിളായിട്ട് ഇത്രയും പറയാൻ കഴിയുമോ? ദൈവത്തിൻ്റെ കരുണ കൊണ്ട് നിങ്ങളത് പഠിക്കാത്തത് ഞങ്ങൾക്ക് നല്ലതാണ്. എന്താ കാര്യം എന്നറിയാമോ? പഴയ അച്ഛന്മാർ ഇങ്ങനെ വീടുകൾ വന്ന് പ്രാർത്ഥനയൊക്കെ നടത്തുമെന്ന് ചോദിച്ചാൽ ഇല്ല, അവർ നടത്തില്ല. അതിൻ്റെ കാരണം എന്താ? പണ്ട് ഒരാൾ ഗൾഫിലോട്ട് പോവുകയാണെങ്കിൽ ആ കുടുംബത്തിലെ ഗ്രഹനാഥനുണ്ട്, അല്ലെ ഗ്രഹനായികയുണ്ട്, എല്ലാവരും ഇങ്ങോട്ട് കയറി, എന്തേ തോമസ് ഇപ്പം പോവാ, ഇങ്ങോട്ട് കയറി, എല്ലാവരും കൂടെ കയറി നിന്നു. അപ്പച്ചൻ തന്നെ ഒരു കൗമായി നമസ്കരിച്ച് അപ്പച്ചനും അമ്മച്ചി തന്നെ എന്തോ ചെയ്യും? പ്രാർത്ഥിക്കും. എന്ത് രസമായിട്ട് പ്രാർത്ഥിക്കാറ്. ഇപ്പം ആ പ്രാർത്ഥന നമുക്കറിയാത്തതുകൊണ്ട് പള്ളിയിലെ അച്ഛനോ കൊച്ചച്ഛൻ്റെ അച്ഛനോ വന്നേ പറ്റൂ. ഞാൻ പറയും, ഒരിക്കലും നിങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിക്കരുത്. കാരണം ഞങ്ങൾക്ക് ഈ മഞ്ഞക്കവർ നല്ല ഇഷ്ടമാണ്. വെറുതെ ഒന്നും പ്രാർത്ഥിച്ചു പോരില്ല. എൻ്റെ അപ്പനോട് മിണ്ടാന് എനിക്ക് ഏത് വ്യാകരണമാ വേണ്ടിയേ?
എൻ്റെ അപ്പനോട് സംസാരിക്കാൻ എനിക്ക് എന്ത് വ്യാകരണമാണ് വേണ്ടിയേ, എനിക്ക് എന്ത് ഭാഷയാണ് വേണ്ടിയേ, എനിക്ക് എന്ത് ജ്ഞാനമാണ് വേണ്ടി എൻ്റെ അപ്പനോട് സംസാരിക്കാൻ? ആ ബോധ്യമില്ല പോയിട്ടല്ലേ. ഞാൻ പള്ളിയിലൊക്കെ ചെന്നിരിക്കും, നല്ല രസമാണ് കേട്ടോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി ആർക്കും അറിയത്തില്ല, ബാക്കി പറയാൻ. തൻ്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും ആർക്കും അറിയത്തില്ല. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, വെട്ടിവെക്കുന്നു അല്ല ശബ്ദം. ബലവാനെ നീ പരിശുദ്ധനാകുന്നു, കൃപ നിറഞ്ഞ മറിയമേ വരെ നല്ല ശബ്ദമാണ്. എന്താ കാര്യം? ഇത് പള്ളിയിൽ എപ്പോഴോ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. വീട്ടിലെന്തോ ചെയ്തിട്ടില്ല. വീട്ടിൽ പ്രാർത്ഥിച്ചതിന് ആദ്യമേ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി മുതൽ പിള്ളേർ പഠിച്ചതിന്. ഇനി ഇത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത പ്രാർത്ഥന, കരുണയുള്ള ദൈവമേ, ആർക്കും അറിയത്തില്ല. അനുഗ്രഹം എന്താ വെച്ചിരിക്കുക, ആർക്കും അറിയത്തില്ല. എന്താ കാര്യം? ഇതൊക്കെ അധികപ്പറ്റി പ്രാർത്ഥനകളാന്നേ. എന്നിട്ട് പറഞ്ഞാൽ മതിയല്ലോ, ആ അച്ഛന്മാരുടെ സോക്കേടാന്ന്. എന്തോ ഒരു പുണ്യം, ഞങ്ങൾക്ക് എന്തോ നിർബന്ധമാണെന്നറിയോ? ഈ മനുഷ്യനെ മോർച്ചറിലോട്ട് കൊണ്ടുപോകാൻ എന്തോ ഒരു നിർബന്ധമാണെന്നറിയോ? ദൈവബന്ധമുണ്ടാക്കിയെടുക്കാം. നല്ല സംഭാഷണം എടുത്താൽ മതി. ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക്, ഭാര്യമാർക്ക്, എൻ്റെ ഭാര്യ ഉൾപ്പെടെ ഉള്ളവരുടെ പരാതിയിൽ ഏതാ പരാതി? പ്രധാന പരാതി, എൻ്റെ ഭർത്താവ് എന്നോട് എന്തോ ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല. ഇതേ പരാതി അങ്ങേർക്കുണ്ട് കേട്ടോ. ഇതേ പരാതി. നിങ്ങൾ ഈ പരാതി നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ചോ അപ്പുറത്തിരിക്കുന്ന അച്ചായന്മാർ ഭാര്യമാരെ കുറിച്ചോ പറയുന്നെങ്കിൽ, എൻ്റെ ഭാര്യ എന്നെ കുറിച്ച് പറയുന്നെങ്കിൽ, ഇതേ പരാതി തന്നെ ഈ കക്ഷിക്കുണ്ട്. എന്താ? എന്നോട് സംസാരിക്കാൻ അവർ വരുന്നില്ല. അവർ വലിയ കൊരോപ്പ് കത്തിച്ച് മേളിലോട്ട് ഇട്ടിട്ട് പെരുന്നാളാണേ എന്ന് പറഞ്ഞ പാട്ടുമൊക്കെ പാടിക്കൊണ്ട് നടക്കുക. എന്നോട് സംസാരിക്കാൻ അവർ വരുന്നില്ല. വഴിയിൽ വെച്ച് കർത്താവിനോട് സംസാരിക്കണം. 3 അതോടെ പറഞ്ഞ് നിർത്തുക. അവൻ ദമസ്കോസിൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. അത് അച്ഛൻ ചെയ്തു അല്ലേ? 1-ാമത്തേത് വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യാം, 2-ാമത്തേതും കുഴപ്പമില്ല ഞങ്ങൾ ചെയ്യാം, 3-ാമത്തേത് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുന്ന പണിയൊന്നും ഞങ്ങളുടെ അല്ല. അല്ലേ? നമ്മുടെ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരും പ്രസംഗിക്കുന്നവരായിരുന്നോ? അല്ല. അവർക്കൊന്നേ ഉള്ളായിരുന്നു പ്രസംഗം, അവരുടെ ജീവിതം. അവരുടെ ജീവിതം. ഞാൻ ഈ പള്ളിയിൽ കൺവെൻഷൻ നടക്കുമ്പം എനിക്ക് സന്തോഷമാണ്. വചന ശുശ്രൂഷ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ വണ്ടിക്കകത്തിരുന്ന് പോലും എൻ്റെ വണ്ടിക്കകത്ത് പ്രസംഗം, ആരുടെയെങ്കിലും ഒക്കെ പ്രസംഗം കേൾക്കാൻ ഇഷ്ടപ്പെടും. കാരണം എന്നെ നോവിക്കണമെങ്കിൽ, ഞാൻ എന്തൊക്കെയാണ് ചിന്തിച്ചിരിക്കുമ്പോൾ എന്നെ നോവിക്കണേ വേറെ ആരെങ്കിലും എന്തെങ്കിലും എന്നോട് പറയണം. അത് കേട്ടാലേ എനിക്ക് നോവുള്ളൂ. അല്ല, ഞാൻ എന്താ തെറ്റ് ചെയ്യുന്നത് ഞാൻ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് വേറെ ആൾ, അപ്പോൾ ഞാനിങ്ങനെ കേൾക്കാൻ ആഗ്രഹിക്കുകയും വചന ശുശ്രൂഷ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. മറ്റേ പെരുന്നാളിനൊന്നും റാസയ്ക്ക് അങ്ങനൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാൾ. പക്ഷേ ഈ വചന ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ദുഃഖിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. എന്താ കാര്യം എന്നറിയോ? 3 ദിവസമാണ് അല്ലെങ്കിൽ 4 ദിവസമാണ് വചന ശുശ്രൂഷയെങ്കിൽ ഗായക സംഘത്തെ നമുക്ക് തിരിച്ചറിയാം ഇത് എത്രാം ദിവസമാണ്. 1-ാം ദിവസം പിങ്ക് കളർ, 2-ാം ദിവസം പച്ച കളർ, 3-ാം ദിവസം നീല കളർ, 4-ാം ദിവസം മഞ്ഞ കളർ. എന്താ? ഗായക സംഘത്തിൻ്റെ യൂണിഫോം. ഒരു പള്ളി ചെന്നപ്പം അവിടുത്തെ നല്ലപോലെ പാടുന്നൊരു ചേച്ചി പറഞ്ഞു, എൻ്റെ അച്ഛൻ ഞാൻ ഗായക സംഘത്തിലൊന്നുമില്ല. ഞാൻ ചോദിച്ചു, എന്താ ഇല്ലാത്ത? എൻ്റെ ഭർത്താവിന് ഈ 2000 രൂപയുടെ ഡ്രസ്സൊന്നും എടുക്കാനുള്ള വകയൊന്നും. നസ്രാണി ഓർത്തഡോക്സുകാരൻ്റെ സംശയങ്ങളിൽ ചോദ്യം ഇതാണ്, അച്ഛാ കല്യാണത്തിന് ഇടേണ്ടത് പിങ്ക് വൈറ്റ് ആണോ, ഡാർക്ക് വൈറ്റ് ആണോ, ബ്ലഡ് മിൽക്കി വൈറ്റ് ആണോ, ഏത് സാരി എടുക്കണ്ടേ? അമ്മച്ചിക്ക് പണ്ട് ആ സംശയം ഉണ്ടായിരുന്നോ? ക്രിസ്ത്യാനിക്ക് ഒരു കളറേ ഉള്ളൂ, ഏതാ? ശുഭ്രവസ്ത്രധാരിയ. ഈ സംശയം എപ്പോഴാ ഉണ്ടായേ? കയ്യില് വേദപുസ്തകമോ കുർബാനക്രമമോ പിടിച്ചുകൊണ്ട് റോഡിന്റെ ഓരം ചേർന്ന് പുതിയതായി തേച്ച വെള്ള വസ്ത്രം ധരിച്ച് വരുന്ന ഒരമ്മച്ചിയുടെ അടുക്കൽ ഇന്നോളം ഒരുത്തനും ചോദിച്ചിട്ടില്ല ഏത് ചന്തയിലാ നല്ല മീൻ കിട്ടുന്നതെന്ന്. ആ അമ്മച്ചി പള്ളിയിൽ പോവാന്നേ പറഞ്ഞിട്ടുള്ളൂ. അമ്മച്ചി എന്തിനാ വഴിനീളെ പ്രസംഗിച്ചോണ്ട് വരുന്നത്? അമ്മച്ചി വഴിനീളെ പ്രസംഗിക്കണോ? വേണ്ട. അമ്മച്ചിയെ കാണുന്നവർ മനസ്സിലാക്കി ഇവളൊരു ക്രിസ്ത്യാനിയാ കേട്ടോ. പ്രസംഗിക്കണ്ട, ആന്നേ പ്രസംഗിക്കണ്ട. 103 വീട് പറഞ്ഞു, 75 വീട്ടിൽ ഞാൻ താക്കോൽ കൊടുത്തു കഴിഞ്ഞു. ഇന്നോളം ഒരു വീട്ടിലും ഞാൻ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ കൂതാശയോ ചെയ്തിട്ടില്ല. ഒറ്റ വീട്, ദാമോദരൻ എന്ന് പറയുന്ന ഒരൊറ്റ ചേട്ടൻ പറഞ്ഞു, അച്ഛൻ നിങ്ങളുടെ ആചാരം അനുസരിച്ച് കറുത്ത കുപ്പായിട്ട് എൻ്റെ വീട് കൂതാശ ചെയ്ത് തരണം. ശരി, എതിര് പറയുന്നില്ല.
പരിമല തിരുമേനി ഒന്ന് റോഡിൽ കൂടെ പ്രസംഗിച്ചുകൊണ്ട് നടന്നിട്ടല്ല തുമ്പോണ് പള്ളിയിൽ വന്നപ്പം. ജീവിതം കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പിൻഗാമിയാവും കേട്ടോ എന്ന്. ഇന്ന് നമ്മൾ കാണിക്കുക, ഞാനൊരു ക്രിസ്ത്യാനിയാണേ. വല്ലവരും ക്രിസ്ത്യാനി അനുഗമിക്കുന്നുണ്ടോ? 2 പവന്റെ കുരിശുമാല ഇട്ട് കഴിഞ്ഞാൽ അവൻ ക്രിസ്ത്യാനിയാണോ? പത്രത്തിൽ ഏറ്റവും രസമുള്ള വാർത്തയിൽ ഒന്നാ, പെട്ടലിക്ക് അടി കൊടുത്ത് മാല പൊട്ടിച്ചുകൊണ്ട് പോകുന്ന വാർത്ത. 5 പവന്റെ 6 പവന്റെ മാല മോട്ടിച്ചുകൊണ്ട് പോയെന്ന് പെട്ടലിക്ക് അടി കൊടുത്ത്. എനിക്ക് ഇച്ചിരി ഇഷ്ടം വരുന്ന വാർത്തയാ. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇത് എന്നത്തിനാന്ന് ഈ 3 ലക്ഷം രൂപയുടെ മുതൽ കഴുത്തിൽ ഇട്ടുകൊണ്ട് നടക്കുന്നേ? ഈ 2 ലക്ഷം രൂപയുടെ മുതൽ കാലയിൽ ഇട്ടുകൊണ്ട് നടക്കുന്നേ എന്തിനാ? എൻ്റെ അടുക്കൽ വരുന്ന അപേക്ഷ ഞാൻ ഒരെണ്ണം തരാം. ഇന്നിപ്പോൾ എൻ്റെ വണ്ടിക്കകത്ത് നിങ്ങൾ വന്നാൽ കാണാം, ഫാദർ റിഞ്ചു പി കോശി, കടമ്പനാട് പള്ളി, കടമ്പനാട് വിയോ, ഇത്രേ ഉള്ളൂ. വന്ന അപേക്ഷ എൻ്റെ കയറി കിടപ്പുണ്ട്. ഈ 3 ലക്ഷം രൂപയുടെ മുതലിട്ടുകൊണ്ട് വല്ലവനും അടിച്ചുകൊണ്ട് പോകുന്നത് എന്തിനാ? ജീവിക്കുന്ന അല്പസമയം, എത്ര സമയമുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ വൈകുന്നേരം വരെയുള്ള കാര്യം പറഞ്ഞെങ്കിലും തിരിച്ച് അടൂർ ചെല്ലുമോ എന്നുള്ള കാര്യം പോലും ഉറപ്പില്ല. എനിക്ക് കിട്ടിയിരിക്കുന്ന കുറച്ച് സമയം ഒന്ന് ലോകത്തിൻ്റെ മുമ്പാകെ സാക്ഷ്യം പറയാൻ കഴിയുമോ? ഞാനൊരു ക്രിസ്ത്യാനിയാണ് പറയാൻ കഴിയുമോ? ലോകക്കാരെന്നെ കണ്ടിട്ട് ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? അതിന് ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്രയും വലിയ കട്ടച്ചെയിനും അതിൻ്റെ മണ്ടയ്ക്ക് ഒരു വലിയ കുരിശിട്ടുകൊണ്ട് നടക്കൂല. അത് അവരെന്തോ ഒരു ഓർണമെന്റ് ഉപയോഗിക്കുന്നവരെന്നുള്ളേ ഉള്ളൂ. എന്തോ ഒരു ഓർണമെന്റ് ഉപയോഗിക്കും. അതിലുപരി your words, your deeds, your action, your emphasis, ക്രിസ്തു കേന്ദ്രീകൃതമായി നിന്റെ വാക്കും നിന്റെ പ്രവൃത്തിയും നിന്റെ ചേഷ്ടകളും ഒക്കെ ഒന്ന് ക്രമീകരിക്കാൻ കഴിയുമോ? അവിടെ അവർ ചോദിക്കും, നിങ്ങൾ ക്രിസ്ത്യാനിയല്ലേ, ഞങ്ങളോട് വന്നോട്ടെ പള്ളിയിലോട്ട്, ഞങ്ങളോട് വന്നോട്ടെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചോട്ടെ. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. 3 കാര്യങ്ങൾ ശൗലിന്റെ ജീവിതത്തിൽ നടന്ന് പറഞ്ഞു. 1, വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടു. 2, കർത്താവിനോട് സംസാരിച്ചു. 3, യേശുവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. ശൗലിന്റെ ജീവിതത്തിന് കൃത്യമായി പറഞ്ഞു, നീ ആരാകുന്നു കർത്താവ്? എന്നെ നിയന്ത്രിക്കാൻ കഴിവുള്ള നീ ആരാണ്? എൻ്റെ ജീവിതത്തെ സമൂലം മാറ്റിമറിക്കാൻ കഴിവുള്ള നീ ആരാകുന്നു എന്ന് ചോദ്യമുണ്ടായെങ്കിൽ പെരുന്നാളിന് ആ ചോദ്യം ഉണ്ടാകട്ടെ. ഒപ്പം ഞാൻ പറഞ്ഞു, 16-ാം അധ്യായത്തിൻ്റെ വാക്യത്തിൽ പറഞ്ഞു, യജമാനനെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ ചോദ്യം ഉണ്ടാകട്ടെ. ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ധനികനായ മനുഷ്യൻ യേശുവിൻ്റെ അടുത്ത് വന്നു, കർത്താവേ, ഇതെല്ലാം ഞാൻ എൻ്റെ പൈതൽ പ്രായം മുതൽ ചെയ്യുന്നുണ്ട്. എനിക്കെന്തോ ഒരു കുറവുണ്ട്. ആ കുറവ് എന്നെ ഐഡന്റിഫൈ ചെയ്തു തരാൻ, എനിക്ക് റെക്കഗ്നൈസ് ചെയ്തു തരാൻ വേണ്ടി ഈ പെരുന്നാൾ ഉപയോഗിക്കണേ. ഞാൻ ഒരിക്കലും പറയില്ല ഇത് മുഴുവൻ വാരിയെടുത്ത പാവങ്ങൾക്ക് കൊടുക്കണോ. ഞാൻ അതിന് വേണ്ടിയല്ല അധ്വാനിക്കുന്നത്. ഞാൻ അധ്വാനിക്കുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയൊക്കെ തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ എവിടെയോ ഒരു ചെറിയ ബന്ധം ദൈവവുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വീട്ടിൽ നമ്മുടെ സഭയിൽ നിന്ന് ഒരു സ്ത്രീ, അതോട് പറഞ്ഞ് നിർത്തുക, പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സമയം തീർന്നു എന്ന് എനിക്കറിയാം. നമ്മുടെ സഭയിൽ നിന്ന് ഒരു സ്ത്രീ, ഞാൻ ചേച്ചി എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീ, അവർ മറ്റൊരിതിലേക്ക് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഞങ്ങൾ ഇടപെട്ടു. അവിടെ ചെന്നിട്ട് ഒരു വിശ്വാസ വിഷയം പറയണ്ട, അച്ഛാ ഇതെനിക്ക് അറിയാം അച്ഛാ, ഈ വിഷയം എനിക്ക് അറിയാം അച്ഛാ, ഇങ്ങനെയാ പറയണേ, ഒരു വിശ്വാസ വിഷയം പറയണ്ട. പിന്നെ എന്നത്തിനാ ചേച്ചി പോയേ? ഇപ്പൊ ചേച്ചിക്ക് അവിടുന്ന് എന്തോ കിട്ടുന്നു? ഇങ്ങനെ ചോദിച്ചു ഞാൻ, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവർ ചോദിച്ചു. 2 കാര്യമേ ചേച്ചി പറഞ്ഞുള്ളൂ. 1, എൻ്റെ ഭർത്താവ് ഇപ്പം കള്ളു കുടിച്ചിട്ട് വന്നിട്ട് എൻ്റെ തന്തയ്ക്ക് വിളിക്കത്തില്ല അച്ഛാ. 2, എൻ്റെ ഭർത്താവ് ഇപ്പം കള്ളു കുടിച്ചിട്ട് വന്നിട്ട് എന്നെ ഇടിക്കത്തില്ല അച്ഛാ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ,